നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. LDF, UDF മുന്നണികൾ അവരുടെ മാനിഫെസ്റ്റോ പുറത്തിറക്കിക്കൊണ്ട് രൂപീകരിക്കപ്പെടാൻ പോകുന്ന സർക്കാരിന്റെ നയപരിപാടികൾ എന്തെല്ലാമായിരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കപ്പെടാറുണ്ടോ എന്നത് ഒരു വിഷയം. എങ്കിൽ തന്നെയും സമൂഹത്തിന്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന പല പദ്ധതികളും ഇരു മുന്നണികളുടെയും മാനിഫെസ്റ്റോകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോഴും ഈ രണ്ട് മാനിഫെസ്റ്റോകളും സ്പർശിക്കാതെ പോകുന്ന അനേകം മേഖലകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ടതും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ വേണ്ടത്ര കടന്നു വരാത്തതുമായ ഒന്നാണ് കേരളത്തിലെ ആദിവാസി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്കും രാഷ്ട്രീയ മുന്നണികളുടെ ശ്രദ്ധയിലേക്കും കൊണ്ടുവരുന്നതിനായി ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ ഒരു ആദിവാസി മാനിഫെസ്റ്റോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും ആദിവാസി വികസന മാനിഫെസ്റ്റോ തയ്യാറാക്കി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് മുൻകൈ എടുത്ത വ്യക്തിയായ ആദിവാസി ഗോത്ര മഹാസഭയുടെ കൺവീനർ M. ഗീതാനന്ദൻ ആദിവാസി മാനിഫെസ്റ്റോയെക്കുറിച്ച് വിശദീകരിക്കാനായി നമുക്കൊപ്പം പങ്കുചേരുന്നു. സ്വാഗതം ഗീതാനന്ദൻ. നമസ്കാരം. ഈ ആദിവാസി വികസന മാനിഫെസ്റ്റോ നോക്കുമ്പോൾ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഏകദേശം 2001 കുടിൽകെട്ടി സമരം മുതൽ മുത്തങ്ങ സമരം മുതൽ ഉന്നയിച്ചിരുന്ന പല ആവശ്യങ്ങളുടെ ഒരു തുടർച്ച ഇതിൽ കാണാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ക്രോഡീകരണം, അന്നു മുതലുള്ള ആവശ്യങ്ങളുടെ ഒരു ക്രോഡീകരണം ഈ മാനിഫെസ്റ്റോയിൽ ഉണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരം ആവശ്യങ്ങളൊന്നും കഴിഞ്ഞൊരു 2.5 പതിറ്റാണ്ടായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടിയാണോ ഈ മാനിഫെസ്റ്റോ പറയുന്നത്? പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ 2021 കുടിൽകെട്ട് സമരത്തിൽ നമ്മുടെ ഒരു പരിസ്ഥിതി വിഷൻ എന്നും ഇന്നും ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം അത് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു മൊത്തത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും ആഗോളതലത്തിലുള്ളൊരു പരിസ്ഥിതി വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മൊത്തം ട്രൈബൽ അജണ്ടയെ നോക്കിക്കാണാനും അത് നിർവചിക്കാനും ശ്രമിക്കുന്നുണ്ട്. പല പല ആവശ്യങ്ങളുടെ രൂപത്തിലാണ് പറയുന്നതെങ്കിലും പ്രശ്നങ്ങളെ അങ്ങനെ സമീപിക്കാനുള്ള ഒരു ശ്രമം ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് ആ നിലക്ക് 2021 ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഇപ്പം നമുക്ക് പ്രശ്നങ്ങളെ സമീപിക്കുന്നതിലും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ആമുഖഭാഗം തന്നെ അങ്ങനെയാണല്ലോ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും അല്ലെങ്കിൽ അതെ അതെ അങ്ങനെ ഒരു പാരിസ്ഥിതികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാശം എങ്ങനെയാണ് ആദിവാസി ജീവിതത്തെ ബാധിക്കുന്നത്, ആ ബാധിക്കുന്ന പ്രശ്നത്തെ കേരളത്തിൻ്റെ സ്പെസിഫിക് കോണ്ടക്സ്റ്റിൽ കൊളോണിയൽ കാലഘട്ടം ഉണ്ടായിരുന്ന പ്രകൃതിയിൽ വരുത്തിയിരിക്കുന്ന ഇമ്പാക്റ്റ് എങ്ങനെയാണ് കൂടുതൽ ഗുരുതരമാക്കുന്നത് എന്നുള്ളത് ക്ലൈമറ്റ് ചേഞ്ച്. അതുകൊണ്ട് ടോപ്പ് പ്രയോറിറ്റി അവരുടെ ഓരോ സെക്ടർ വൈസ് ഇതിന് കൊടുക്കണം എന്നുള്ളതാണ് ഒരു സമീപനം. ആ അർത്ഥത്തിലാണിത് കുറച്ചുകൂടി നമുക്കൊരു ഉൾക്കാഴ്ചയോടുകൂടി അവതരിപ്പിക്കാൻ പറ്റിയെന്നാണ്. തീർച്ചയായും ഈ കേരളം നേരിടുന്ന ഒരു പാരിസ്ഥിതിക തകർച്ച ആദിവാസി സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കുന്ന ഒരു അപ്രോച്ച് ഇതിൽ കാണാൻ പറ്റും. ആ ഒരു അപ്രോച്ചിലേക്കുള്ള ഒരു മാറ്റം എന്തുകൊണ്ടാണ് വരുന്നത് മാഷി? ഇപ്പൊ 2001 നിന്നും 2026 എത്തുമ്പോൾ ആ ഒരു മാറ്റം ഈ മാനിഫെസ്റ്റോയിൽ പറയുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലൂടെ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അതിൽ ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീസൺ ഉണ്ടായിരുന്ന നമുക്ക് 2018-19 ശേഷമുള്ള സംഭവവികാസങ്ങളാണ്. ഉരുൾപൊട്ടൽ, പ്രളയം, അതുപോലുള്ള സംഭവങ്ങളാണ് കൂടുതൽ നമ്മൾ കണ്ണു തുറപ്പിക്കുന്നത്. എന്തുകൊണ്ട് അതിൻ്റെ കാലാവസ്ഥാ വ്യതിയാനം പെട്ടെന്നുള്ള ഡ്രാസ്റ്റിക്കായിട്ടുള്ള കാലാവസ്ഥയിലെ ചേഞ്ച്, മഴ തുടങ്ങിയ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഭയാനകമായ ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്നു എന്നുള്ള വിഷയം നോക്കുമ്പോൾ അത് കേരളത്തിൽ വളരെ ദുർബലമായ, അതിദുർബലമെന്ന് പറയാവുന്ന ഒരു എക്കോസിസ്റ്റത്തിൽ കൊളോണിയൽ പീരീഡ് മുതൽ മാറി മാറി വന്ന ഭരണവ്യവസ്ഥകൾ എങ്ങനെയാണ് ആഘാതം ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ തുടക്കം മുതൽ ഈ ആഘാതം ഉണ്ടാക്കപ്പെട്ടതിൻ്റെ ഇരകൾ ഗോത്രവർഗ വിഭാഗങ്ങളാണ്, ആദിവാസികളുടെ പല സെക്ഷൻസ് ആണ് എന്നുള്ളതാണ് നമ്മുടെ അതിനകത്ത് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഈ പണിയാടിയ വിഭാഗങ്ങളൊക്കെ തന്നെ ഒരുതരം സർഫ്ഡം എന്ന് പറയാവുന്ന തരത്തിൽ ഭൂമിയോടൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ട യൂറോപ്യൻ ടൈപ്പ് ഓഫ് അടിമത്തം അല്ലെങ്കിലും അടിമത്തത്തിന് വിധേയമാവരാണല്ലോ. കൊളോണിയൽ പീരീഡ് വന്നപ്പം അത് കൂടുതൽ ഗുരുതരമാകുകയും എല്ലാ തരത്തിലുള്ള എക്കോസിസ്റ്റം പിഴുതറപ്പെടുകയും കോളനൈസ് ചെയ്യപ്പെട്ടു. ഈ പറയുന്ന കാണുന്ന തരത്തിലുള്ള ഒരു ലേബർ ക്യാമ്പുകളിലേക്ക് ഒതുക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് മറ്റേ കാട്ടുനായ്ക്ക, വേട്ടക്കുറുമ തുടങ്ങിയ വിഭാഗങ്ങൾ. അതുകൊണ്ട് ഈ രണ്ട് വിഭാഗങ്ങൾക്കും ഒരു പാരിസ്ഥിതിക നീതിയുടെ പ്രശ്നവും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള റെപ്പറേഷൻ,
ഒരു പുനരധിവാസ നീതിയുടെ. ആ ഒരു ചോദ്യത്തിലേക്ക് തന്നെ വരാം. ഈ റെപ്പറേറ്റീവ് ജസ്റ്റിസ്, നഷ്ടപരിഹാര നീതി എന്നുള്ളൊരു കൺസെപ്റ്റ് ഈ മാനിഫെസ്റ്റോയിൽ കാണാൻ അതിന്റെ ഒരു പ്രാധാന്യം ഒന്നും കൂടി ഒന്ന് വിശദീകരിക്കാം. പക്ഷേ വളരെ കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത, പക്ഷെ എന്നാൽ എനിക്ക് തോന്നുന്നു വനാവകാശ നിയമമൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ആ റെപ്പറേറ്റീവ് ജസ്റ്റിസ് എന്നുള്ളൊരു കൺസെപ്റ്റ് അതിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ആ ഒരു നഷ്ടപരിഹാര നീതി എന്നുള്ള ഒരു ആശയത്തെ ഒന്നുകൂടെ ഈ മാനിഫെസ്റ്റോ. വനാവകാശ നിയമത്തിൽ അങ്ങനെ നീതിയുടെ പ്രശ്നമുണ്ട്. ഹിസ്റ്റോറിക്കലി അവരോട് കാണിച്ചിരിക്കുന്ന അനീതിക്കുള്ള ഒരു നഷ്ടപരിഹാരം എന്നുള്ള നീതി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വനാവകാശ നിയമത്തിൻ്റെ ആമുഖഭാഗത്ത് തന്നെയുള്ളത്. ഒരുപക്ഷെ അതിനേക്കാൾ ഡെപ്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ 2001 നമ്മൾ ഡിസ്കഷൻ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ 2001 കുടിൽകെട്ട് സമരത്തിൽ ആദിവാസികളുടെ പുനരധിവാസം എന്നുള്ള നിലയിലാണ് പറയുന്നത്. പക്ഷേ അത് വെറും ഒരു ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ വിഷയത്തിലേക്ക് പലപ്പോഴും റെഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആർക്കൊക്കെയാണോ ലാൻഡ് കിട്ടേണ്ടത് അങ്ങനെ കിട്ടേണ്ടതിൽ ചില പ്രത്യേക ഗണങ്ങൾ മാത്രമാണ് ആദിവാസികളും എന്നുള്ളതിൽ, ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾ. ചിലരതിന് പകരം ഭൂമി കൊടുക്കുന്നു എന്നുള്ള നിലയിലൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മളതിനേക്കാൾ കുറച്ചുകൂടി ഡെപ്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ മാറി മാറി വന്ന ഭരണവ്യവസ്ഥകൾ എങ്ങനെയാണ് ആദിവാസി ജീവിതത്തിലുണ്ടായിരുന്ന ആഘാതം എന്നുള്ളത് അനലൈസ് ചെയ്യുമ്പോൾ ഈ കേരളത്തിലെ പണിയ അടിയ പോലുള്ള വിഭാഗങ്ങൾ, ഫോറസ്റ്റിനോട് ഫ്രിഞ്ച് ഏരിയയിലുണ്ടായിരുന്ന വിഭാഗങ്ങൾ ഏറെക്കുറെ ഒരു 9-ാം നൂറ്റാണ്ട് മുതലൊക്കെ തന്നെ ഒരു സഫ്ഡത്തിന് അടിമ സമാനമായൊരു ജീവിതത്തേക്ക് വിധേയമായി കൊണ്ടിരിക്കാനായിട്ട്. നമുക്കിപ്പം വയനാട് പോലുള്ള ഒരു പർവ്വത പീഠഭൂമി പ്രദേശം തികച്ചും വ്യത്യസ്തമായൊരു എക്കോസിസ്റ്റമാണല്ലോ. അതിൻ്റെ ഒരു തുടർച്ച ഒരുപക്ഷെ കർണാടകവും മറ്റ് തമിഴ്നാടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കേരളത്തിൻ്റെ നമ്മുടെ ഇടനാടൻ മേഖല പശ്ചിമമായിട്ട് ചേർന്ന് കിടക്കുന്ന മറ്റു മേഖലയിൽ നിന്നും ഡിഫറൻ്റായ ഒന്ന് തന്നെ ആയതുകൊണ്ട് പലതരത്തിലുള്ള കുടിയേറ്റങ്ങളും പലതരത്തിലുള്ള ആഘാതം ഇവരിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നു മാത്രമാണ് ജന്മിത്വം. കൂടാതെ ഇന്ന് കാണുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല സംഘടിത വിഭാഗങ്ങളും വന്നതും ഇവരെ കാട്ടിൽ നിന്ന് പുറന്തള്ളുന്നതിലും ഓരങ്ങളിലേക്ക് തള്ളുന്നതിലും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. കൃത്യമായ ഒരു ചരിത്രഗതിയെക്കുറിച്ച് നമുക്കും വലിയ പഠനങ്ങളില്ല. ഒരു യൂറോപ്പുകളിലൊക്കെ തന്നെ ഒരു കൊളോണിയലിസത്തിൻ്റെ ഇമ്പാക്റ്റ് തുടങ്ങിയപ്പം, അല്ലെങ്കിൽ മോഡേണിസത്തിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ഈ പറയുന്ന തുടങ്ങുമ്പോൾ തന്നെ അത് ഗുണകരമാണ്. മോഡേണിസം ആധുനികതയാണ് നമ്മൾ ആഘോഷിക്കുമ്പോഴും അവിടെ ഈ പറയുന്ന അടിമവർഗങ്ങളായിട്ടുള്ള ഗോത്രവർഗ വിഭാഗങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും വിപണിയുടെ ഭാഗമായി കൊണ്ടുപോയവരോ അല്ലെങ്കിൽ ഈ പറയുന്ന മോഡേണൈസേഷൻ്റെ ഭാഗം ഉണ്ടാക്കിയിരിക്കുന്ന ഇതിനെതിരെ ഉള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടായപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളും അവർക്ക് റെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു നഷ്ടപരിഹാര നീതി എന്ന് പറയുന്നത് ആധുനിക സമൂഹങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള പുനരധിവാസ പാക്കേജുകൾ പണമായിട്ടും ഭൂമിയായിട്ടും കൊടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ. നമ്മുടെ നിയമവ്യവസ്ഥയിൽ അതങ്ങനെ വന്നിട്ടേ ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ കാലഘട്ടത്തിൽ തന്നെയാണോ കേരളത്തിൽ നിന്ന് അടിമകളായി പിള്ളേരെയും പറയരൊക്കെ തന്നെ കച്ചവടം ചെയ്തിട്ടുണ്ട് ദളിതർ എന്നുള്ള നിലയിൽ. അതൊക്കെ പല പഠനങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞല്ലോ, ഈ വിനിൽ പോളിൻ്റെ പഠനങ്ങളൊക്കെ തന്നെ. അപ്പം അൺടച്ചബിൾസ് എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഈ ഹിന്ദു കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇരയാക്കപ്പെട്ടപ്പോൾ തന്നെ ഇങ്ങനെയൊരു ചതിവും കൂടി അവർക്ക് ചരിത്രപരമായി കിട്ടിയിരുന്നു. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗോത്രവർഗ വിഭാഗങ്ങൾ ഇങ്ങനെ ഒരു ഇൻസിറ്റു അടിമത്തത്തിന് വിധേയമായത് കൂടുതലും വയനാട്ടിലാണെന്ന് തോന്നുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഇരകളാക്കപ്പെട്ടത് 2 കമ്മ്യൂണിറ്റികളാണ്. ഇത് രണ്ട് ഹിസ്റ്റോറിക്കൽ കോണ്ടക്സ്റ്റിലുണ്ടാവുന്നതാണ്. പക്ഷേ ഇപ്പം വയനാട്ടിലെ പണിയാടിയ വിഭാഗങ്ങളെ പോലെ തന്നെ ഇവിടുത്തെ പിള്ളേർ ആഭ്യന്തരമായും ആ രീതിയിൽ അടിയാളത്തത്തിന് വിധേയമായ ഒരു കാറ്റഗറിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തെറ്റുതിരുത്തൽ, ഇവർക്ക് നീതി നൽകുക എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കേരളം ഇപ്പോഴും ചർച്ച ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന നമ്മൾ ആഗോളതാപനത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നം ചർച്ച ചെയ്യുമ്പം ഈ നിലയിൽ ഇവരോട് കാണിച്ചിരുന്ന അനീതിക്കുള്ളൊരു പരിഹാരം കൂടി കണ്ടുകൊണ്ട് വേണം നമ്മളൊരു പുതിയ ജീവിത വീക്ഷണത്തിലേക്ക് എത്തിച്ചേരാൻ. നഷ്ടപരിഹാര നീതി എന്നുള്ളത് അത്തരം നിയമനിർമ്മാണങ്ങളുടെ ഭാഗമാകണം. യൂറോപ്യൻ വന നിയമങ്ങൾ ഇവിടെ വരുന്നു. 1927 അത്തരം വന നിയമം വരുന്നത്, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് എന്ന് പറയുന്നത്. അതോടുകൂടിയാണ് ഈ ഭൂമി സ്റ്റേറ്റിൻ്റെതാകുന്നത്, അല്ലെങ്കിൽ സോവറീൻ സ്റ്റേറ്റിൻ്റെ കീഴിലെല്ലാം വിഭവങ്ങളും വനവിഭവങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഡിപ്പെൻഡൻസിനെ ഇവർ കണ്ടിട്ടേ ഇല്ലല്ലോ, അവരുടെ റൈറ്റ്സിനെ കുറിച്ച്. പക്ഷേ പിന്നീടത് റിസർവ് കാറ്റഗറിയിൽ കൊണ്ടുവരുമ്പം അവരത് കാണാതിരുന്നിട്ടുമില്ല.
ചില ഡോക്യുമെൻറ്റുകളിലൊക്കെ അവർ കാട്ടിൽ സ്വാഭീഷ്ടം സഞ്ചരിച്ചവരായിരുന്നു എന്നുള്ളത് പല ഡോക്യുമെൻറ്റും പരാമർശ വിഷയമാണ് താൻ. പക്ഷേ ഈ കുടിയിറക്കപ്പെട്ടവരെ ഒരിക്കലും പുനരധിവസിച്ചില്ല. കൃത്യമായിട്ടും പറഞ്ഞാൽ ഒരു 32-35 കാലഘട്ടം മുതൽ വൻതോതിൽ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്ന പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞു. അതുകൊണ്ട് റെപ്പറേറ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ വനനിയമങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. അപ്പം ഇന്ത്യയിലെ വനനിയമങ്ങളും ആദിവാസി സമൂഹങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോൾ വനാവകാശ നിയമം നടപ്പിലാക്കിയ ശേഷവും തുടരുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും കൊളോണിയൽ പിന്തുടർച്ചയുള്ളൊരു വന മാനേജ്മെന്റ് തന്നെയാണ് വനംവകുപ്പിന്റെ മുൻകൈയിൽ ഇപ്പോഴും തുടർന്നു പോരുന്നത്. ഇപ്പോൾ സ്വയം സന്നദ്ധ പുനരധിവാസം പോലുള്ള പദ്ധതികളിലൊക്കെ അത് വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഒരു മാറ്റം, ഇപ്പോൾ കൊളോണിയൽ സ്ട്രക്ചറിലുള്ള ഒരു വനഭരണത്തിൽ നിന്നുള്ളൊരു മാറ്റത്തെക്കുറിച്ച് ഈ മാനിഫെസ്റ്റോ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരള സംസ്ഥാനത്തിന് അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത്? ഒരു സംസ്ഥാന വിഷയം മാത്രമല്ലല്ലോ വനഭരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മാനിഫെസ്റ്റോയിൽ പറയുന്ന നിർദ്ദേശങ്ങളൊന്ന്? അതൊരു കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. കാരണം വനഭരണം കേരളത്തിൻ്റെത് മാത്രമല്ലാത്തതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ബ്രോഡായിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള ഒരു കൊളോണിയൽ ലീഗസിയുള്ള ഒന്ന് അത് റീഡിഫൈൻ ചെയ്യേണ്ട ഒരു കാലഘട്ടമായി. കാരണം നമുക്കൊരു 70-കൾ മുതലുള്ള ലെജിസ്ലേഷൻസ് എല്ലാം തന്നെ ഒരു ഇൻ്റർനാഷണൽ കോൺടാക്സിലാണല്ലോ വരുന്നത്. സ്റ്റോക്ക്ഹോം ട്രീറ്റി പോലുള്ള സംഭവത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് വരുന്നത്. 72 വന്യജീവി സംരക്ഷണ നിയമം വരുന്നു, 80-ൽ കൺസർവേഷൻ ആക്ട്. ഇതെല്ലാം തന്നെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ മൊത്തത്തിൽ ഒരു എക്കോസെൻട്രിക് ആയിട്ടുള്ള ഒരു വീക്ഷണം നിയമനിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വന മാനേജ്മെൻറ്റിനെ എങ്ങനെ ആയിട്ട് ബന്ധിപ്പിക്കാം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഇന്ത്യയിൽ ഇപ്പോഴും ആരംഭിച്ചിരുന്നില്ല. ആരംഭിക്കാനുള്ള വലിയൊരു നാഴികക്കല്ല് 2006 വനാവകാശ നിയമം എടുക്കേണ്ടതാണ്. കാരണം അതിലങ്ങനെ ഒരു വിച്ഛേദനമുണ്ട് അല്ലേ? അതിൻ്റെ പ്രത്യേകിച്ചും 2D എന്നറ്റം പറയുന്ന കൺസർവേഷൻ ആക്ടിൻ്റെ ആ സാധ്യത ഉപയോഗിച്ചാണ് വനം എന്താണെന്ന് നിർവചിക്കുന്നതും വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ പരമ്പരാഗത അവകാശം മാത്രമല്ല ആക്റ്റിൽ നിർവചിക്കുന്നത്, അവരുടെ വനസംരക്ഷണത്തിനുള്ള ബാധ്യതയും കൂടിയുണ്ട്. അപ്പോൾ ആ വനസംരക്ഷണത്തിൻ്റെ ബാധ്യത നിർവചിക്കുന്ന ആ ഖണ്ഡികയെ, ആ നിയമസാധ്യതയെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഇവർക്ക് കുറച്ച് അവകാശം കൊടുക്കാനുള്ള ഒരു അവർ വളരെ റിസീവിങ് എൻ്റെ അല്ല, വീണ്ടും സ്റ്റേറ്റ് ഇവർക്കെന്തോ പ്രദാനം ചെയ്യേണ്ട ഒന്നാണെന്നുള്ള മട്ടിലാണ് പട്ടയ വിതരണം പോലെ അതിനെ റെഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ അവരുടെ ഡൊമൈനിലേക്ക് വനം വകുപ്പിൻ്റെ ഈ ഒരു വലിയ മാനേജ്മെന്റ് ഡൊമൈനിൽ നിന്ന് ഒരു വിച്ഛേദനം അവർ തയ്യാറല്ല. തീർച്ചയായും ശരിക്കും വന മാനേജ്മെന്റിലെ ആ മാറ്റം FRA മുൻനിർത്തി തന്നെ സാധ്യമാണ്. അപ്പം അതിനെ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഒരു മൊത്തത്തിൽ വനാവകാശ നിയമം ഇംപ്ലിമെൻ്റ് ദേശീയ തലത്തിൽ തന്നെ ഒരു പരിമിതി ഉള്ളപ്പോൾ തന്നെ കേരളത്തിൽ ഫ്രം ദ വെരി ബിഗിനിങ് തുടക്കത്തിൽ തന്നെ ഇതിനൊരു പട്ടയം കൊടുക്കേണ്ടതും ഭൂമി സ്റ്റേറ്റ് കൊടുക്കേണ്ട എന്തോ ഒരു ഔദാര്യ പ്രഖ്യാപിട്ടാക്കിയിട്ട് അവരതിനെ മനസ്സിലാക്കിയത്. പിന്നീട് ഈ സാമൂഹിക വനാവകാശം എന്ന് പറയുന്ന ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിനെ പൂർണ്ണമായിട്ട് അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. സാമൂഹിക വനാവകാശം മാത്രമല്ല, കേരളത്തിൽ ഗ്രാമസഭകളായി ലാൻഡ് മാനേജ്മെൻറ്റും ഫോറസ്റ്റ് ലാൻഡ് മാനേജ് ചെയ്യുന്ന വലിയ കമ്മ്യൂണിറ്റികൾ അട്ടപ്പാടിയിലുണ്ട്. അത് അനാവശ്യമായിട്ട് വർഷങ്ങളോളം ഇപ്പോഴും നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അട്ടപ്പാടിയിൽ ഇപ്പം പല ഗ്രാമങ്ങളും പരമ്പരാഗത ഗ്രാമസഭകൾ തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ചും ഇരുള, മുടുക, കുറുമ്പ പോലുള്ള വിഭാഗങ്ങളിലെ ഗൽസി, തുടുക്കി അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വനത്തിൻ്റെ ഉള്ളിൽ 3000 മുതൽ 5000 വരെ ഏക്കറൊക്കെ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു കൈകാര്യം ചെയ്ത് വരുന്നതിനെ അതേപോലെ വനാവകാശം അംഗീകരിക്കാൻ, ഇവൻ വ്യക്തിഗത വനാവകാശം പോലും ലിമിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പല ശ്രമവും നടന്നിട്ടുണ്ട് അവിടെ 2012 മുതൽ. ഇപ്പോഴത് സെറ്റിൽ ചെയ്യപ്പെട്ടിട്ടില്ല. സാമൂഹിക വനാവകാശം കൈകാര്യം ചെയ്യാൻ തുടങ്ങാത്തിടത്തോളം വനാവകാശം നിയമം ഇംപ്ലിമെൻ്റ് ചെയ്തു നമുക്ക് പറയാനേ പറ്റില്ല. പിന്നീട് UDF ഗവൺമെൻറ് വന്നപ്പോൾ നമ്മളതിനകത്തൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നത് നിൽപ്പ് സമരത്തിലൂടെയാണ്. അപ്പം നിൽപ്പ് സമരത്തിലൂടെ ചില ഇനീഷ്യേറ്റീവുകൾ ആരംഭിച്ചെങ്കിലും 2015 ആണല്ലോ അത് കൺക്ലൂഡ് ചെയ്യപ്പെടുന്നത്. നമ്മളത് സീരിയസ് ആയിട്ട് തന്നെയാണ്. ചില മാപ്പിങ് അതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഗവൺമെൻറ് മാറി വീണ്ടും പഴയതിലേക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നു. LDF വീണ്ടും വന്നതിന് ശേഷം വീണ്ടും അതേ പരിപാടി ആരംഭിച്ചു. പെസ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു ടെക്നിക്കൽ ഓർഡർ ഇഷ്യൂ ചെയ്തു. ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തണം എന്നൊരു തീരുമാനമെടുത്തു. മറ്റേതൊട്ട് മൂവ് ചെയ്തുമില്ല. അതാണ് ഉണ്ടായത്.
പിന്നെ ഉണ്ടായിരുന്നൊരു കാര്യം, ഈ ഗവൺമെൻറ് വന്ന ഉടൻ തന്നെ അവർ ചില സോഷ്യൽ സെക്ഷൻസിന് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു. അവർ പവറിൽ വരുന്നതിന് മുമ്പ് തന്നെ. ട്രൈബ്സിൽ തന്നെ അല്ലല്ല, അവിടെയാണ് എൻ്റെ ഒരു ട്രൈബ്സിനെയും കൂടി അതിനകത്തൊരു കക്ഷിയാക്കി അവർ കൊണ്ടുവന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഉപാധിരഹിത പട്ടയം എന്ന് പറയുന്നൊരു വിഷയം ഇടുക്കിയിലാണത് കൊണ്ടുവരുന്നത്. കുടിയേറ്റ ഗ്രൂപ്പിൽ റോഷി അഗസ്റ്റിനൊക്കെ ആയിരുന്നു അതിനെ ഫിഗർ ഹെഡ് ചെയ്തിരുന്ന ഒരാൾ, ഓർക്കുന്നുണ്ടാവണം. അതേതാണ്ട് LDF അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ആ ക്യാമ്പയിൻ അവർ തുടങ്ങി. അവരുടെ വിഷയം 1993 ചട്ടം അനുസരിച്ച് കുടിയേറ്റക്കാർക്ക് കൊടുത്ത വനഭൂമി രേഖയ്ക്ക് ഉപാധിരഹിത കൈമാറ്റം വേണമെന്നുള്ളതായിരുന്നു. മരം മുറിക്കാനും വിൽപ്പന ഉപാധിരഹിത പട്ടയം എന്ന് പറയുന്നതാണ്. ആ മൂവ്മെൻറ്റിൽ ഇടുക്കി, കോട്ടയം ജില്ലയിലുള്ള ഒരു സെഗ്മെൻറ്റ് ഓഫ് ആദിവാസി ലീഡേഴ്സും അട്രാക്റ്റ് ചെയ്യപ്പെട്ടു. എസ്പെഷ്യലി ഈ മലയേറിയ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വമ്പന്മാരൊന്നും അല്ലവരെങ്കിലും ഭൂമി വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യാത്തിടത്തോളം ഈ ഡോക്യുമെൻ്റ് ഒന്നും കാര്യമില്ല എന്നുള്ള തരത്തിൽ, ഗുണമില്ല, അല്ലെങ്കിൽ ഇത് മോഡ്ഗേജബിൾ അല്ല, വിൽക്കാനും പറ്റില്ല എന്നുള്ള, ഇതുകൊണ്ട് എന്തായാലും ഗുണം എന്നുള്ള ഒരു ചിന്ത വരികയും 2017 ഇവർ പവറിൽ വന്ന ഉടൻ തന്നെ ഈ തൊടുപുഴയുടെ തൊട്ടടുത്തുള്ള കരിമണ്ണൂർ വില്ലേജിലുള്ള അവർ റവന്യൂ പട്ടയമായിട്ട് അങ്ങോട്ട് ഡിക്ലെയർ ചെയ്തു. വനാവകാശം കുറേയധികം ഗ്രൂപ്പുകളൊന്നും ലീഡേഴ്സും ഉണ്ട് അതിനു വേണ്ടിയിട്ട് ചാമ്പ്യൻ ചെയ്തതിൽ പ്രധാനപ്പെട്ടത് മലയാള സംഘടനയുടെ ആളുകളാണ്. ഹിന്ദു മലയാള സഭകളിൽ ഒരു സെക്ഷൻ. ഈ 93 ചട്ടം അനുസരിച്ച് വനം കയ്യേറിയിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് 93 ചട്ടം അനുസരിച്ചാണല്ലോ. അത് കയ്യേറ്റക്കാർക്ക് കൊടുക്കുന്നൊരു സാധനമാണ്. അപ്പം അതിൻ്റെ ആംബിറ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവരും കയ്യേറ്റക്കാരാണല്ലോ. മനസ്സിലല്ലേ? അങ്ങനെയാണ് കേന്ദ്ര നിയമത്തെ മറികടന്നത്. അപ്പം ഇവരെ എൻക്രോച്ചേഴ്സ് എന്നുള്ള നിലയിൽ ഡിഫൈൻ ചെയ്യുകയും ആ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം. കൊണ്ടുവന്നപ്പോൾ ഒരു പുതിയ ചില വൈരുദ്ധ്യത്തിൽ ചെന്നിയാടി. പുതിയ വൈരുദ്ധ്യത്തിൽ എന്ന് പറഞ്ഞാൽ സെയിലിംഗ് ഉണ്ടല്ലോ അതിനകത്ത്. അതിന് പല ആദിവാസി കുടുംബം 5 ഏക്കറും 8 ഏക്കർ വരെ ഫാമിലി പ്രോപ്പർട്ടി ഉള്ളപ്പോൾ അവർക്ക് 2.5 ഏക്കർ വരെയാണ് ഇതിൻ്റെ സീലിംഗ്. മനസ്സിലായല്ലേ? അപ്പോൾ 2.5 ഏക്കറിന് പട്ടയും ബാക്കി പിന്നെയും കൈവശരേഖയായിട്ട് മാറി. ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ. അപ്പോൾ ഇതിലാകെ അത് ഇല്ലീഗലാണ് എന്നുള്ള സ്റ്റാൻഡ് എടുത്തിരുന്നത് ഗോത്രമഹാസഭയും അതിൻ്റെ ഭാഗമായിട്ടുള്ളവർ മാത്രമാണ്. 20 അവർ രണ്ടാമതൊരു ജിയോ കൊണ്ടുവന്നിട്ട് ഈ കരിമണ്ണൂർ വില്ലേജിൽ എടുത്തിരിക്കുന്ന സെയിം നടപടി, എൻ്റെ എല്ലാ ജിയോ ഉണ്ട് കേട്ടോ, സെയിം നടപടി കേരളം മുഴുക്ക വ്യാപിക്കാൻ തീരുമാനിച്ചു. ദാറ്റ് മീൻസ് ആദിവാസി വനാവകാശവുമായിട്ട് ബന്ധപ്പെട്ട ഈ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് കൊടുത്ത എല്ലാ ടൈറ്റിൽ ഡീഡുകളെയും ഈ 93 ചട്ടത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് അവർ മറ്റൊരു ഉത്തരവിറക്കി. എനേബിൾഡ് ആയിട്ടുള്ള ആദിവാസി സമൂഹങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഒരു നല്ല സമീപനമല്ല അന്നും ഇന്ന് എടുക്കുന്നത്. അവരോട് ഡയലോഗ് നടത്തിയിരുന്നു അങ്ങനെ എന്തെങ്കിലും ഗോത്രമഹാസഭ? വളരെ ശത്രുതാപരമാണ് അതിൻ്റെ ഒരു അപ്രോച്ച്. നമ്മളൊക്കെ കണ്ടെത്താലെന്ന് പറയുന്നൊരു പൊതുബോധത്തിലാണ് ഈ ആളുകളൊക്കെ. ഫേസ്ബുക്കിലൂടെയും ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഭയങ്കര ഒറ്റപ്പെടുത്തി ആക്രമിക്കുക, മനസ്സിലല്ലേ? അങ്ങനെ ഇതിലിപ്പോൾ അതിന് വേറൊരു ചെറിയൊരു പരിഹാര മാർഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ആ നിലക്കത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നതിന് ഒരു കാരണം, റെക്കോർഡ് ഓഫ് റൈറ്റ്സ് മാത്രമുള്ള ഭൂമി ഇവർക്ക് പ്ലഡ്ജ് ചെയ്യാൻ പറ്റില്ല, എവിടെയും വിൽക്കാനും പറ്റില്ല, വാങ്ങിക്കാനും പറ്റില്ല. കർഷകർ എന്നുള്ള നിലയിൽ ഇവരെല്ലാം പ്രൊഡ്യൂസേഴ്സാണ് താനും. അപ്പോൾ ഒരു ലാൻഡ് എത്രത്തോളം ഒരു വിഭവ കേന്ദ്രമായി മാറുന്നോ അതനുസരിച്ചാണല്ലോ അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണ് അത് മോഡ്ഗേജബിൾ ആകുന്നത്. വാല്യൂ നിർണ്ണയിക്കുന്നു. ഭൂമിയുടെ ഒരു എക്സ്റ്റെൻറ്റ് മാത്രമല്ലല്ലോ. കൾട്ടിവബിൾ ലാൻഡാണോ, എയറബിൾ ആണോ, ഇന്നേറബിൾ ആണോ, പാറയാണോ, നിലമാണോ എന്നൊക്കെ അതിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത്. ഇങ്ങനെ ഒരു വാല്യുവേഷനിലും ആദിവാസി ലാൻഡ് പെടുന്നില്ല. അവർക്ക് ഇതെവിടെയും പണയപ്പെടുത്താനും പറ്റില്ല, വിൽക്കാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു മനുഷ്യാവകാശ ലംഘനമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ മാനിഫെസ്റ്റോയിൽ നിർദ്ദേശിക്കുന്നത് ട്രൈബ്സിന് അല്ലെങ്കിൽ ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ലാൻഡ് മോഡ്ഗേജ് വേണം, സ്റ്റേറ്റ് മീഡിയേറ്റ് ചെയ്യുന്ന. ഇഫ് അറ്റ് ഓൾ അത് അവർക്ക് തിരിച്ചടവ് അസാധ്യമാകുന്നുണ്ട് എങ്കിൽ ലാൻഡ് വേറൊരാൾക്ക് അലിയനേറ്റ് ചെയ്യപ്പെടില്ലല്ലോ. സ്റ്റേറ്റ് ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയിൽ മറ്റൊരു ആദിവാസി കൊടുക്കാനോ അല്ലെങ്കിൽ അവർ ലേലം ചെയ്തെടുക്കാനോ ഒക്കെയുള്ള പ്രൊവിഷനെ ഉണ്ടാക്കാൻ പറ്റും. രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാരും ബാങ്കിങ് മൂലധനമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആദിവാസിക്ക് അതിനുള്ളൊരു അവകാശമില്ല. അതില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇത് പലവും വ്യാജമായി കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അട്ടപ്പാടിയിലുള്ളൊക്കെ ഇതിൻ്റെ ബോഗസ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം റിയലായി ഒരു സ്റ്റേറ്റ് മീഡിയേറ്റ് ചെയ്യുന്ന ഒരു ബോഡി വന്നു കഴിഞ്ഞാൽ അത് ഒരു പരിഹാരം ഭാഗികമായിട്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. ഇതിലങ്ങനൊരു സംഭവം ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഈ മറ്റൊരു മേഖല ഈ മാനിഫെസ്റ്റോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് മനുഷ്യ വന്യജീവി സംഘർഷവും ആദിവാസി സമൂഹവും, പ്രത്യേകിച്ച് ആദിവാസി സമൂഹം മനുഷ്യ വന്യജീവി സംഘർഷത്തെ കൂടുതലായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആദിവാസികൾ കൂടുതലായിട്ട് മരണപ്പെടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായി. പിന്നെ ആറളം പുനരധിവാസ കേന്ദ്രത്തിൽ ആനയുടെ ഭാഗമായിട്ടുള്ള സംഘർഷങ്ങൾ വളരെ കൂടുതലാണ്. ആനയുടെ സാന്നിധ്യം വളരെ പതിവാണ്, സംഘർഷങ്ങൾ വളരെ കൂടുതലാണ്. അപ്പൊ ഇതിനെ അഡ്രസ് ചെയ്യുന്ന തരത്തിലുള്ള എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുന്നത്? ആ വിഷയത്തെ സമീപിക്കുന്നത് നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ്റെ എലാബറേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. വന മാനേജ്മെൻറ്റിൻ്റെ പരമ്പരാഗത സങ്കല്പങ്ങൾ റീഡിഫൈൻ ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനെ കുറച്ചുകൂടി എക്കോ സെൻട്രിക് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് കൊണ്ടുവരണം. ഗോത്രവർഗ്ഗക്കാരുടെയും എൻവയൺമെൻറ്റൽ കൺസേൺസുള്ള പുതിയ ഒരു പേഴ്സണൽസിനെയും ഇൻഡക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമായി വന മാനേജ്മെൻ്റ് എന്നുള്ളത് വിട്ടിട്ട് പാരിസ്ഥിതികമായിട്ടുള്ള ഔട്ട്ലുക്കോടുകൂടി വനത്തെ സമീപിക്കണം. ഈ വന്യജീവികൾ കൂടുതലും കാട് വിട്ട് പുറത്തേക്ക് വരുന്നതിന് കാരണം നമുക്ക് ബ്രോഡായി കാലാവസ്ഥാ വ്യതിയാനമൊക്കെ കാണാൻ പറ്റുമായിരിക്കുമെങ്കിലും കാടിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ കാടിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടതാണത്. കേരളത്തിലത് അതിഗുരുതരമായുള്ള ആഘാതം മനുഷ്യനിവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. നാഗരികതയായിട്ട് ഈ പറയുന്ന ആധുനികമായിട്ടുള്ള വനത്തെ റിസോഴ്സായി മൊത്തം കണ്ടുകൊണ്ടേ ഈ പറയുന്ന തേക്ക് പ്ലാന്റേഷൻ ആണെങ്കിലും മറ്റു തരത്തിലുള്ള ഡിഫോറസ്റ്റേഷൻ എല്ലാം തന്നെ ബന്ധമില്ല. ഇതൊന്നും വേണ്ട. നമുക്കിപ്പം പുൽപ്പള്ളി റൂട്ടിലുള്ള ഒരു ഹൈവേയുടെ തൊട്ടടുത്തുള്ള പ്രദേശം നമ്മൾ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിരവധി കൊല്ലികൾ അവിടെയുണ്ട്. മുത്തങ്ങക്കാട് തന്നെ കൊല്ലികളായിരുന്നു. അവർ കുരവകൾ എന്നായത് പറയാം. ഭയങ്കര ചതുപ്പ് നിലങ്ങളായിട്ടുള്ള ജലസ്രോതസ്സുകളുടെ വലിയ കണ്ടെയ്നറുകളാണ് യഥാർത്ഥത്തിൽ എല്ലാ കൊല്ലികളുമായിരുന്നത്. ഇപ്പോൾ കൊല്ലി ഒരു പ്രത്യേക എക്കോസിസ്റ്റം ആയിരുന്നിരിക്കണം. അതിന് ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വെജിറ്റേഷൻസും വളരെ ഡൈവേഴ്സിഫൈഡുള്ള സ്പീഷീസും. അതുകൊണ്ട് തന്നെ ഈ കാടിൻ്റെ ഒരു ഫോർമേഷനിൽ ഈ ജലസ്രോതസ്സുകൾ വലിയ പങ്ക് വഹിച്ചിരിക്കാനിടയുണ്ട്. വളരെ ഫ്രജൈലായിട്ടുള്ള നമ്മുടെ എക്കോസിസ്റ്റത്തിൽ എവിടെയൊക്കെ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ഈ ജലസ്രോതസ്സുകൾ അവർ നശിപ്പിച്ചു കളയാണ് ചെയ്തിട്ടുള്ളത്. മൊത്തങ്ങയുടെ ലിവിങ് എക്സാമ്പിൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരുന്നതാണത്. ഒരുപക്ഷെ ഇത് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി കൃത്രിമമായി വേറൊരു കുളം പോയി കുഴിക്കേണ്ടതില്ല. പലയിടത്തും കുളം കുഴിച്ചിട്ട് വെള്ളം നിറച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഉപ്പ് കൊണ്ടിടുകയോ ഇങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യാറുള്ളത്. ഇതെങ്ങനെയെങ്കിലും റീജനറേറ്റ് ചെയ്യാൻ തന്നെ കുറേ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പിന്നെ അലീനായിട്ടുള്ള സാധനങ്ങൾ ഈ പറയുന്ന 70-ന് ശേഷം വൻതോതിൽ കൊണ്ടുവന്നു. യൂക്കാലി മാത്രമല്ല, ഇപ്പം സെന്നയൊക്കെ ശരിക്ക് 2001 ഇവർ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ കൺമുമ്പിൽ നടന്നതാണ്. ഇതെന്തോ ഒരു മഹത്തായ ഇത് നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കെതിരെ കേസെടുത്ത ടീമുകളാണത്. അവിടെയുള്ള ലോക്കൽ കോൺട്രാക്ടേഴ്സ് അതിനെ നട്ടിരുന്നത്. ഇന്നിപ്പോൾ സെന്ന എന്തുമാത്രം മെനേസായി മാറി. നമുക്ക് പോലും അന്ന് പോലും ഇത്ര ഭയാനകവും എൻ്റെയൊക്കെ ധാരണ ഇതെന്നോ മഞ്ഞക്കൊന്ന എന്ന് പറഞ്ഞാൽ സാധാരണ കൊന്നയാണെന്നാണ് വിചാരിച്ചത്. ആറളത്തിൻ്റെ കാര്യത്തിലും ആറളത്തിലുള്ളത് ഇത്രയും അത് എസ്കലേറ്റ് ചെയ്തതിൻ്റെ ഒരു കാരണം വനം വകുപ്പിൻ്റെ ഒരു പ്രോബ്ലമായിട്ടല്ല ഞാൻ കാണുന്നത്. വനം വകുപ്പിൻ്റെ ഒരു ഏരിയ ആക്കിയത് മാറ്റാനുള്ള അറിഞ്ഞോ അറിയാതെയുള്ള ഒരു കോൺസ്പിറസി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആർളം ഫാമിനുള്ളിൽ. കാരണം ആർളം ഫാം ഒരു ഏറ്റെടുക്കുമ്പോൾ ഒരു സെൻട്രൽ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന് ഇന്ത്യയുടെ കീഴിലുള്ള ഏറ്റവും നല്ലൊരു ഫാമായിരുന്നു അത്. അറിയാമല്ലോ. 1,000 ഏക്കർ ഫാമായിരുന്ന സ്ഥലം 5,000 ഏക്കർ വനഭൂമിയിൽ ഇതിന് വിട്ടുകൊടുത്ത് 7,000 ഏക്കർ ഫാമാക്കുമ്പോൾ 14 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഇലക്ട്രിക് ഫെൻസിങ് അന്നുണ്ടായിരുന്നു. 2000 ഏതാണ്ട് 80കളിലത് പണിതാണ്. അന്ന് ഇത്രയും നല്ല വൈദ്യുതി ഫെൻസിങ് ഒന്നും ഉണ്ടാക്കുന്ന രീതിയിൽ വന്നില്ല. സോളാർ സാധനമല്ല, മറ്റേതിൽ നിന്ന് തന്നെ അതിങ്ങനെ കൺവെർട്ട് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. ഇഫക്റ്റീവായിട്ട് നടക്കുന്നതായിരുന്നത്. അതായത് 2004 ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഇഫക്റ്റീവായിട്ടുള്ള വൈദ്യുതി ഫെൻസിങ് അവിടെ ഉണ്ട്. അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പരിശോധിച്ചതുമാണ് അന്ന്. പിന്നെ ഞങ്ങൾക്കിത് കാണുന്നില്ല, നമ്മൾക്കിത് തൊട്ട് നോക്കുന്നതും വൈദ്യുതി ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതാണത്. 2004-ന് ശേഷം 6-ന് ശേഷം ഞങ്ങളിവിടെ റെഗുലർ വിസിറ്റേഴ്സ് അല്ലേ. എന്നുവെച്ചാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു. അതായത് ഒരു കാട്ടാനെയും ഫാമിൽ കയറില്ല. ഇന്നുള്ളതിനേക്കാൾ ഏറെ വെജിറ്റേഷനും ഫാം അതോറിറ്റിയുടെ വലിയ ആക്ടിവിറ്റി നടക്കുന്ന കാലമാണെന്ന്. ഒന്നാന്തരം തെങ്ങുകളുടെ പരിശീലന കേന്ദ്രം, കശുമാവ്, മാവ്, പ്ലാവ്, വലിയ സംഭവം. അപ്പോൾ ഈ 7,000 ഏക്കറിലും പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴേ ആനശല്യം ഉണ്ടായിട്ടില്ല എന്നുള്ള മാത്രമല്ല, എന്ന് ഇവർക്ക് പതിച്ചു തുടങ്ങിയോ
അന്ന് ഇതിൻ്റെ പരിപാലനം അവസാനിച്ചു. അവസാനിപ്പിക്കാൻ പൊളിച്ചു കൊണ്ടുപോയി. ഉം. അവിടെ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള വലിയ നിർമ്മിതികൾ, ഇതിൻ്റെ 7ാം ബ്ലോക്കിൽ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു, റഷ്യക്കാർ പണിതിരുന്നത്. അതുൾപ്പെടെ പൊളിച്ച് അതിൻ്റെ ഇഷ്ടിക മുഴുവൻ കടത്തി ഇതുപോലെ 14 കിലോമീറ്ററുള്ള സാധനങ്ങളും ഇതിൻ്റെ കമ്പിയെ കൂരിക്കൊണ്ടുപോവാണ് ചെയ്തത്. ഇത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമായിരുന്നു. കാരണം ഒരു ഹ്യൂമൻ സെറ്റിൽമെൻ്റ് ആയത് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ജീവനസ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അതിനുള്ള ഏജൻസി ട്രൈബൽ റീസെറ്റിൽമെൻറ്റ് ഡെവലപ്മെൻറ്റ് മിഷൻ പറഞ്ഞിരുന്ന കാര്യങ്ങളുമാണ്. അതെ, അവരതൊരിക്കലും ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ ക്രൈം. അത് പിന്നീട് ഇവിടെ ജനങ്ങൾ വന്നതുകൊണ്ടല്ല പ്രശ്നം. ജനങ്ങൾ വന്നതുകൊണ്ട് അധിവാസ കേന്ദ്രത്തിൽ ആളെ കുത്തിക്കിടും. അങ്ങനെ 15 മരണം ഉണ്ടായത്. ഈ 15 മരണം ഉണ്ടായിട്ട് അവരത് റെക്ടിഫൈ ചെയ്തില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള വലിയൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. ഒരു ജിനോസൈഡാണ് ആ അർത്ഥത്തിൽ. വംശീയമായൊരു അപ്രോച്ചാണ് അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. എന്നാൽ അവരുടെ ഉള്ളിൽ വനം വകുപ്പിൻ്റെ വലിയ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുത്തവർ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ ആന ചവിട്ടിക്കൊല്ലുന്ന കേസ് കോടതിയിൽ വന്നപ്പോഴും സർക്കാരോട് മൗനം പാലിക്കുകയാണ്. TRDM ഒരു സ്റ്റേക്ക് ഹോൾഡർ അല്ലാത്ത രീതിയിൽ വരികയും ഇതിനൊക്കെ വിശദീകരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കും. എന്നിട്ട് ഇതിന് എൻപവേർഡ് കമ്മിറ്റി 28 കോടി രൂപയായിട്ടും ഇതിൻ്റെ ഉള്ളിലെ വനമേന സിസ്റ്റം പെർഫെക്റ്റ് ആകും. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ എൻപവർ ചെയ്യാൻ ഇന്ത്യയിൽ എന്തെല്ലാം തരത്തിലുള്ള അവൈലബിൾ ഉള്ള മെഷീനറി ഉണ്ടോ അതെല്ലാം ഇവർക്ക് കൊടുത്തിട്ടിരിക്കും. പൈസയാണ് കൊടുത്തത്. അല്ലാതെ ഈ ആദിവാസികളുടെ ജീവനസ്വത്തിന് സംരക്ഷിക്കാനുള്ള ഒരു മതിൽ നിർമ്മിച്ചതിൻ്റെ പണി പൂർത്തിയാക്കുമോ അല്ലെങ്കിൽ അവിടെ വൈദ്യുതി ഫെൻസിങ് പുനഃസ്ഥാപിക്കുകയോ എന്നുള്ളതല്ല. 2008 ആദ്യത്തെ ആന ആക്രമണം വൻതോതിലുണ്ടായിരുന്നപ്പം അന്ന് ഡിമാൻഡ് ചെയ്യുന്നതാണ് അർജൻറ്റായി അവിടെ ഒരു വൈദ്യുതി ഫെൻസിങ് പണി പൂർത്തീകരിക്കണം എന്നുള്ളത്. അന്ന് ഇഷിത റോയ് എന്ന് പറയുന്ന ലേഡി ആയിരുന്നത് അല്ലേ. നമ്മൾ 8 മാസം ഡിസ്ട്രിക്ട് കളക്ടറിന് മുമ്പിൽ സത്യാഗ്രഹം ഇരുന്നു. 2008 9 തുടങ്ങി. അന്ന് LDF ഗവൺമെൻറ്റാണ്. VS അച്യുതാനന്ദൻ അന്ന് അധികാരത്തിൽ വന്നതിന് ശേഷം അവരത് പരിഗണിച്ചില്ല. ഇപ്പം 15 പേര് മരിച്ചതിന് ശേഷമാണ് പിണറായി സർക്കാർ കൂടിയിട്ട് ഇരിങ്ങലിലുള്ള മറ്റേ നിർമ്മാണ കമ്പനിക്ക് 58 കോടി രൂപ സാങ്ഷൻ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പം അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഇതിൽ നിന്ന് ഒരൊറ്റ ചോദ്യം കൂടി ഈ മേഖലയെ ബന്ധപ്പെട്ട് ചോദിക്കട്ടെ. മാനിഫെസ്റ്റോയിൽ വന്നിട്ടുള്ളൊരു കാര്യം, ഈ വന്യജീവികൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഗോത്രവർഗ്ഗക്കാർക്ക് നിയന്ത്രിത രീതിയിൽ വേട്ടയ്ക്കുള്ള അവകാശം നൽകണം എന്ന് ഇതിൽ പറയുന്നുണ്ട്. ശരിക്കും അതൊരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണല്ലോ. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡും ആയിരിക്കാം. പക്ഷെ എന്നാലും 72-ലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ശരിക്കും ഈ ഗോത്രവർഗ്ഗങ്ങളുടെ അത്തരം ഭക്ഷണാവകാശങ്ങളെ നിഷേധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്രപരമായ സത്യമാണ്. പന്നിയപ്പോഴുള്ളതിനൊക്കെ അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? അതൊന്ന് വിശദീകരിക്കാവോ? അത് വന്യജീവി നിയമത്തിന്റെ പരിധിയിൽ അത് പ്രശ്നമാണ്. നമ്മളതിനെ അങ്ങനെ ചിന്തിക്കാത്തൊരു കാര്യമാണ്. എന്നാലും സംസ്ഥാന സർക്കാർ പല കാര്യങ്ങൾക്കും ആ നിയമം അമെൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്. ക്രമാതീതമാകുമ്പോൾ ഉറപ്പായ അവസാനം ഇതിൽ തന്നെ എത്തിച്ചേരും, സർക്കാർ എത്തിച്ചേരും. അത് ഭരണകൂടം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണോ? തദ്ദേശീയ സമൂഹങ്ങൾക്ക് സ്വന്തം നിലനിൽപ്പിനാണെങ്കിലും കാർഷികമായി അവരുടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും അത് ചെയ്യുന്നതിൽ എന്താണ് ധാർമ്മികമായി തെറ്റ് എന്നുള്ളതെടുത്ത് നമ്മളത് ആരംഭിക്കണം തോന്നുന്നു. കാരണം ചില പ്രത്യേകം ജീവിവർഗങ്ങൾ അൺകൺട്രോളബിളായി മാറുന്നതിന് ആവാസ വ്യവസ്ഥയിലുണ്ടായിരുന്ന ചില മാറ്റങ്ങളായിരിക്കാം കാരണം. പക്ഷേ വനത്തിനടുത്ത് ജീവിക്കുന്ന ആളുകൾ ചെയ്യുന്ന കൃഷികൾ മുഴുവൻ തന്നെ തമ്മിലുള്ള ക്ലാഷ് വരുമ്പോൾ നിയന്ത്രിതമായി ചെയ്താൽ എന്താണ് തെറ്റ്? ആ നിലക്കാണ് അതിനെ ആദിവാസി സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ ഒരു ഭക്ഷണാവകാശ അത്രയേ ഉള്ളൂ. അതൊരു വിപണിയായിട്ടൊന്നും അവർ ബന്ധിപ്പിക്കാൻ പോകുന്നില്ല. മറ്റുള്ളവർ വേട്ടയാടി വിൽക്കുന്ന പോലെ ഒന്നും ചെയ്യില്ല. വനവകുപ്പിൻ്റെയൊക്കെ അറിവോടുകൂടി തന്നെ ചെയ്താൽ മതി. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ബി റിപ്പോർട്ടഡ്. എന്തെങ്കിലും അതിനെ അവർ ഭക്ഷണാവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ അറിവോടുകൂടി ആയിരിക്കണം. അതിനുള്ള പ്രധാനമായിട്ട് ഇവരെയും കൂടി വനത്തിൻ്റെ മാനേജ്മെൻറ്റിൽ ഒരു പാർട്ട് ആൻഡ് പാർസലാക്കുമ്പോൾ മാത്രമേ ഇത് സുതാര്യമാകുള്ളൂ. ജനങ്ങളൊന്നും അല്ലല്ലോ കാട് നശിപ്പിച്ചത്. ജനങ്ങളൊന്നും അല്ല ഈ ക്ലിയർ ഫെല്ലിങ് നടത്തിയിരിക്കുന്നത്. നമുക്കറിയാമല്ലോ 1976 77 ഈ പറയുന്ന നിയമസഭ തീരുമാനിക്കുന്ന കൺസർവേഷൻ ആക്ട് വരാൻ പോകുന്നു അറിഞ്ഞുകൊണ്ടാണല്ലോ. കൺസർവേഷൻ ആക്ട് തൊട്ട് മുമ്പ് ഈ 77, 76, 78 പീരീഡിൽ ഏക്കർ കണക്കിന് ഒറ്റ ഗവൺമെൻറ് ഉത്തരവിൽ മാത്രം 50,000 ഏക്കറൊക്കെയാണ് വെട്ടിമാറ്റാനുള്ള ഉത്തരവുണ്ടാക്കുന്നത്. എൻ്റെ ഒരു ജിയോ ഉണ്ടെന്നത്, ഒരൊറ്റ ജിയോ. അതിലെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 46,000 ഏക്കറാണ് ഒറ്റ ഗവൺമെൻറ് ഉത്തരവ്. വലിയ ലിസ്റ്റാണത്. എന്താവശ്യത്തിനാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ ഇതൊന്നും ജനങ്ങൾ ചെയ്തൊന്നുമല്ല. മീൻസ് കുടിയേറ്റത്തിൻ്റെ ഭാഗമായി
ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. സാമാന്യന മനുഷ്യൻ്റെ അവബോധത്തിലൊക്കെ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. വലിയൊരു മാറ്റം വരുത്തി, വലിയ മാറ്റം വന്നിട്ടുണ്ട് അക്കാര്യത്തിൽ. അത് ഗോത്രവർഗ്ഗക്കാരുടെ മാത്രമല്ല, വനത്തിനോടടുത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും വനം അങ്ങനെ നശിപ്പിക്കാൻ പാടില്ല, അതൊരു കുറ്റകൃത്യമാണെന്ന് പറയുന്നൊരു പൊതുബോധം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ പരിപാലനത്തിൽ അവരുടെയും കൂടി റോള് എൻഷുർ ചെയ്യുന്നതോടുകൂടി വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയേണ്ടതാണ്. പക്ഷേ ഈ 1975 ഈ അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമി തിരിച്ചുപിടിക്കൽ നിയമം ദുർബലമാക്കപ്പെട്ട വലിയൊരു രാഷ്ട്രീയ വഞ്ചന നടന്ന സ്ഥലമാണ് കേരളം. അപ്പോൾ അവിടെ ഈ 1975 നിയമം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നാൽ ഇപ്പോഴും ആദിവാസി ഭൂമിയുടെ അന്യാധീനപ്പെടലും കയ്യേറ്റങ്ങളും വ്യാപകമായി നടക്കുന്നതായിട്ടാണ് അട്ടപ്പാടിയിൽ നിന്നൊക്കെയുള്ള വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ എന്ത് തരത്തിലുള്ള ഒരു പരിഹാരമാണ്, ഒരു നിർദ്ദേശമാണ് എന്ന് വെച്ചാൽ, അത്തരത്തിലൊരു നിയമം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എന്താണ് ഈ കയ്യേറ്റങ്ങൾ തടയുന്നതിനായിട്ടും ഈ അന്യാധീനപ്പെടൽ ഇല്ലാതാക്കുന്നതിനായിട്ടും ഒക്കെ, പ്രത്യേകിച്ച് അട്ടപ്പാടി പോലുള്ള മേഖലകളുടെ കാര്യത്തിൽ ഈ മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മൾ ഈ മാനിഫെസ്റ്റോയിൽ 75 നിയമം പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. 75 നിയമം പുനഃസ്ഥാപിക്കണം എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാന നിലപാടായിരിക്കേണ്ടത്. കാരണം 99 നിയമം പകരം ഭൂമി എന്നുള്ള പറയുന്നത് ഒരിക്കലും ഒരു പകരം ഭൂമി കൊടുത്തിട്ടില്ല. മാത്രമല്ല, ഭൂമി കൊടുക്കാതെ പിന്നീടുണ്ടായിരുന്ന ആദിവാസി ഭൂമി കയ്യേറ്റങ്ങൾക്കുള്ള ഒരു ടൂളായി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കോടതി വ്യവഹാരങ്ങൾ ഉൾപ്പെടെ 99 നിയമമാണ്. അതൊരാളുടെ ആദിവാസി ഭൂമി പോയി കയ്യേറുന്നു, എന്നിട്ട് അവർ പോയിട്ട് RDOക്ക് പരാതി കൊടുക്കുന്നു. 99 നിയമം അനുസരിച്ച് ഞങ്ങൾക്കിത് ക്രമപ്പെടുത്തി തരണം എന്ന് പറയുന്നത്. കുറ്റവാളി ചില ആദിവാസി ഇപ്പം കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഉൾപ്പെടെ ക്രമപ്പെടുത്താൻ ഇല്ലീഗലായി 99 നിയമം ഉപയോഗപ്പെടുത്തിയിട്ട് RDO പ്രൊസീഡിങ്സ് ഇറക്കുക. വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ എവിടെയാണ് വരേണ്ടത്? 75 നിയമമായിട്ട് നിയമത്തിൻ്റെ റിലവൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭൂമി അന്യാധീനപ്പെട്ടിരുന്നെങ്കിൽ അവരാണ് മെയിൻ സ്റ്റേക്ക് ഹോൾഡർ. അവരുടെ അപേക്ഷ അവിടെ വേണം, ഞങ്ങളുടെ ഭൂമി റെസ്റ്റോർ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പം മറ്റവർക്ക് നോട്ടീസ് പോകുന്നു. ആ നോട്ടീസ് വരുമ്പോൾ അയാൾ അത് വിശദീകരിക്കുന്നു, ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് താമസിക്കുന്നതാണ്, അതുകൊണ്ട് ക്രമപ്പെടുത്താനായിട്ട് അയാൾക്ക് പകരം ഭൂമി സർക്കാർ കൊടുക്കുന്നു, ആദിവാസിക്ക് പകരം കൊടുക്കുന്നു. ഇതൊന്നും സംഭവിക്കാതെ ആദിവാസി താമസിക്കുന്ന ഭൂമിയിൽ തന്നെ ഇവർ വന്ന് കയ്യേറിയിട്ട് 99 നിയമം അനുസരിച്ച് റെഗുലേറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട് നിരവധി പരാതികൾ കോടതിയിൽ പോകുന്നു, അങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ ഇതിൽ ആദിവാസി ഭൂമി തട്ടിയെടുക്കുന്നതിലൊരു നോഡൽ ഏജൻസിയായി RDO ഓഫീസ് മാറുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. പലരും ഇതിൽ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്, RDO ഇങ്ങനെ ഒരു പ്രൊസീജിയർസ് ഇറക്കുമ്പോൾ ഈ ഓർഡറിനെ പല ലോയേഴ്സും ചലഞ്ച് ചെയ്യില്ല. മനസ്സിലായല്ലേ? ചലഞ്ച് ചെയ്യാതിരിക്കുമ്പോൾ കോടതിക്ക് ഇത് അറിഞ്ഞുകൂടല്ലോ, ആദിവാസിയോടെ നിന്ന് ഭൂമി തന്നെ താമസമാണോ താമസിക്കുന്നില്ലയോ, അവരിതിനകത്ത് പരാതിക്കാരാണോ അല്ലയോ എന്നുള്ളതും കോടതി എക്സാമിൻ ചെയ്യാതെ ഈ RDOയുടെ ഒരു കോടതിയാണുള്ളത്, പ്രൊസീഡിങ്സ് ആയിട്ട് എടുക്കുന്നത്. ആ പ്രൊസീഡിങ്സിൽ നിന്നുകൊണ്ടാണ് പിന്നീട് എല്ലാ വ്യവഹാരവും നടക്കുക. മനസ്സിലായല്ലേ? എന്നിട്ട് ഹൈക്കോടതിയിൽ വരുമ്പോൾ ഹൈക്കോടതി പറയും ഇയാൾക്ക് ഇത് കൊടുക്കും അവർക്ക് RDOക്ക് ഒരു ഇൻഡാസ് കൊടുക്കും, അത് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് വെച്ചിട്ട് ഇവർക്കെതിരെ നടപടി. ഇങ്ങനെയാണ് ഇപ്പം നടക്കുന്ന മുഴുവൻ വ്യവഹാരങ്ങൾ. ഇല്ലാത്ത ഒരു സാധനമായിട്ട് ഈ 99 നിയമത്തിൻ്റെ ടൂളായി RDO കോടതിയും കുടിയേറ്റക്കാർ ഉപയോഗിക്കുന്നതാണ് അവിടുത്തെ ഒരു സ്ട്രീം. പിന്നെ അട്ടപ്പാടിയിൽ ഇത്രയും എസ്കലേറ്റ് ചെയ്തത് ആ ഹാർട്സിൻ്റെ വരവോടുകൂടി. അത് നമുക്ക് പറയാം, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചതാണ്. ഇപ്പോൾ കുറച്ച് ഒരു 1-2 വർഷമായിട്ട് ഞാൻ സജീവമായിട്ട് നോക്കാത്തത്. ആ സംഭവത്തിലാണ് ഈ അട്ടപ്പാടിയിൽ ഈ 60-ന് ശേഷം ഉണ്ടായിരുന്ന ലാൻഡ് റിലേഷനിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭൂമിയൊന്നും തന്നെ റീസർവേ ചെയ്തില്ലല്ലോ, ഒറ്റ സർവേ നമ്പറിലാണ് മുഴുവൻ കിടക്കുന്നത്. അത് പ്രത്യേകിച്ചും ഷോളയൂർ മേഖലയിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത് ആ സർവേയുടെ ഭാഗമായിട്ട് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്തതോടുകൂടിയാണ് ആ സർവേ നമ്പർ കാണിച്ചിട്ട് ബോഗസ് ആയിട്ട് എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടാക്കും. ഒന്നുകിൽ ആദിവാസി കുറഞ്ഞ വില കൊടുത്തിട്ട് അത് കൈക്കലാക്കും, എന്നിട്ടത് രണ്ടാമതൊരു കൈമാറ്റം നടത്തും. അപ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഈ ഇല്ലീഗൽ ട്രാൻസാക്ഷനായിരുന്നു, ബ്രോക്കേഴ്സ് ഉണ്ടാക്കിയതാണ് ഒന്നാമത്തത്. അത് പിന്നെ 2010-13 ഉന്നതാധികാര സമിതി ഉണ്ടാക്കി ഡീറ്റെയിൽഡായിട്ടുള്ള അതൊന്നും, പിന്നെ വിജിലൻസിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള അന്വേഷണവും കൂടി വന്നതോടുകൂടി അത് പ്രൂവ് ചെയ്യപ്പെട്ടു. അതിലവർ ഉപയോഗിച്ചിരിക്കുന്ന 2 തട്ടിപ്പ്, ഒന്ന് ഈ ഏതെങ്കിലും ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ബോഗസായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി വെക്കും ഇയാളായിട്ട്, വെറും സ്റ്റാമ്പ് പേപ്പർ. ലാൻഡ് ബോർഡിൽ നിന്ന് ഒരു ക്രയ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും, എന്നിട്ട് ആധാരം ചെയ്യും. ഇതാണ് അവിടെ നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ആധാരങ്ങൾ കള്ള ആധാരങ്ങളാണെന്ന് കണ്ടെത്തി അഹാർട്സ് ഉദ്യോഗസ്ഥർക്കെതിരെയും
രജിസ്ട്രാർ ഓഫീസുള്ളവർക്കെതിരെയും ഒക്കെ അട്രോസിറ്റി കേസ് ഉൾപ്പെടെ എടുത്ത് പീനൽ ആക്ഷൻ എടുക്കണം എന്നാണ് പറഞ്ഞത് 10-15. പക്ഷെ അന്ന് ഉന്നതാധികാര സമിതി നിർദ്ദേശിച്ചിരിക്കുന്ന നടപടികളൊന്നും തുടർന്നില്ല. അത് ഇന്നാക്റ്റീവായതാണ് അവിടുത്തെ പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പം 2024-25 ആയപ്പോഴത്തേക്കും ആളുകൾക്ക് ധൈര്യം വന്നു. സെയിം പ്രോസസ്സ് വൻതോതിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 2 ലെവലാണ് ഈ പട്ടപ്പാടിയിൽ നടക്കുന്നത്. ഒന്ന് 99-ലെ നിയമം ഒരു ടൂളായി എടുത്തുകൊണ്ട് നടക്കുന്ന തട്ടിപ്പുകൾ ഒരു ഏരിയയാണത്. അതുകൊണ്ട് ഇത് മുഴുവൻ റിവ്യൂ ചെയ്യപ്പെടണം. പുനഃപരിശോധിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേക ബോഡി അതിനു വേണ്ടി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഒന്നുകിൽ ആ ഉന്നതാധികാരം 13 തിരിച്ചു പോകണം. അന്നത്തെ ഉന്നതാധികാര സമിതി എന്തൊക്കെ തീരുമാനിച്ചോ അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടണം. പുതിയൊരു ഉന്നതാധികാര സമിതി പറയണമെന്നില്ല. കാരണം അന്നത്തെ ഉന്നതാധികാര സമിതി റിപ്പോർട്ടുണ്ട്, അത് എൻഫോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരൊരു ഒഫീഷ്യൽ ബോഡിയാണുള്ളത്. വെറും ഒരു ജുഡീഷ്യൽ എൻക്വയറി അല്ല, കൃത്യമായിട്ട് ഓപ്പറേറ്റീവ് പാർട്ടും പറഞ്ഞിട്ടുണ്ട്. പല ഉദ്യോഗസ്ഥരൊക്കെ റിട്ടയർ ചെയ്ത് പോയി, പക്ഷേ അതിൽ നടപടി ആരംഭിക്കണ്ടല്ലോ. പിന്നെ സ്റ്റേറ്റിൻ്റെ ജുഡീഷ്യൽ എക്സിക്യൂട്ടീവ് ഡിസിഷൻ എന്ത് വാല്യൂ ഉള്ളത്? പക്ഷെ 2015 നിൽപ്പ് സമരം വിജയിക്കുമ്പോൾ പെസ നിയമം നടപ്പിലാക്കുന്നതിനുള്ള ഒരു സ്റ്റെപ്പ് കൂടി കേരളത്തിൽ മുന്നോട്ട് പോവുകയുണ്ടായി. ഏകദേശം 2000-ലധികം ഗ്രാമങ്ങളെ ലിസ്റ്റ് ചെയ്ത് പെസ നടപ്പിലാക്കണം എന്നുള്ളൊരു കത്ത് കേരള സർക്കാർ കേന്ദ്രത്തിലേക്ക് അയച്ചിരുന്നു. പക്ഷെ 2016 ശേഷം LDF വന്ന് 10 വർഷം വന്ന് ഒന്നും മുന്നോട്ട് പോയില്ല. ഇപ്പോൾ എന്താണ് അതിലൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ പറ്റുന്നത്? ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ആ സ്ഥലത്തു നിന്ന് തന്നെ വീണ്ടും ആരംഭിക്കാൻ കഴിയുമോ? എന്താണ് അതിന്റെ സ്ഥിതി? എന്താണ് മാനിഫെസ്റ്റോ അതിനെക്കുറിച്ച് പറയുന്നത്? സംസ്ഥാന ഗവൺമെന്റ് അത് ഫോളോ അപ്പ് ചെയ്യണം. അത് പ്രധാനമായിട്ടും സംസ്ഥാന ഗവൺമെന്റിനകത്ത് 2017 ജീവമാണ് അതിനകത്തൊരു പ്രോബ്ലം ഉണ്ടാക്കിയത്. അത് 15 തന്നെ സെൻട്രൽ ഗവൺമെന്റ് അയച്ച പ്രപ്പോസൽ തത്വത്തിൽ എഗ്രി ചെയ്യും, അതിൻ്റെ എലാബറേറ്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ റീസബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിനോട്. അതെ ഉമ്മൻചാണ്ടി സർക്കാരിനോട്. ജയലക്ഷ്മി ആയിരുന്നല്ലോ അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ റീസബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ കൃത്യമായും അത് ഗ്രാമസഭകളുടെ എക്സ്റ്റൻറ്റും അവർ കൈവശം വെച്ചിരുന്ന ഭൂമിയും മാപ്പ് ചെയ്യപ്പെടേണ്ടതുണ്ട്. പിന്നീട് ഇത് ഗവൺമെൻറ് മാറിയപ്പം ഈ ജിയോ വന്നോടുകൂടി പിന്നെ നമുക്കൊരു ഹഡിലായി മാറി, ടെക്നിക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട്. അല്ലെ പിന്നെ നമ്മൾ കോടതിയിൽ പോകണമായിരുന്നു. പക്ഷെ ഒരു ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി കഴിഞ്ഞാൽ അത് റിവ്യൂ ചെയ്യാൻ കോടതിക്ക് പറയാൻ ഈ ജിയോയിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇത് റീ എക്സാമിൻ ചെയ്യാൻ, കൂടുതൽ പഠന വിധേയമാക്കാൻ ആ പ്രപ്പോസൽ അയച്ച പ്രപ്പോസൽ ഇന്നസെൻ്റെ പ്രായോഗികത ഫീസിബിലിറ്റി എന്നിട്ട് ഇതൊരു പദമാണ്. എന്നിട്ടൊരു ഹൈ പവർ ടെക്നിക്കൽ കമ്മിറ്റി എന്നാണ് പറയുന്നത്. ആ ടെക്നിക്കൽ കമ്മിറ്റി ഒരിക്കൽ പോലും കൂടിയ പോലും ഇല്ല. അപ്പോൾ ടെക്നിക്കൽ കമ്മിറ്റിയെ മറികടന്നുകൊണ്ട് വേറെ ആർക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഡിസിഷൻ്റെ ഭാഗമായി ക്യാബിനറ്റ് എടുത്ത ഒരു തീരുമാനത്തെ അതിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ട് നിഷ്ക്രിയമാക്കി. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം കിടന്നത്. അപ്പം നമ്മൾ ഈ മാപ്പിംഗ് ഒക്കെ നടത്തി ഈ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്താലും നടപടിയൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മൾ അഭിമുഖീകരിച്ചിരുന്നൊരു പ്രശ്നം, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ളൊരിത്. അപ്പോൾ ഒരു അനുകൂലമായുള്ളൊരു ബ്യൂറോക്രാറ്റി ഡിസിഷനും ഗവൺമെൻറ് താല്പര്യം ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുള്ളൂ. കോടതിയിൽ നമുക്ക് പോകാം, പക്ഷേ ഇപ്പോൾ ഉത്തരവ് റദ്ദാക്കപ്പെടണം. അല്ലെങ്കിൽ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആക്ടിവേറ്റ് ചെയ്യണം അവരുടെ ഒരു. പിന്നെ ഇപ്പം ആകെ പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷത്തെന്നോ ആർക്കും ഒരു 10 ലക്ഷം രൂപയെ കൊടുത്തു പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ അത് പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അങ്ങനെ. കാരണം അതിൻ്റെ ഒരുപാട് എക്സസൈസ് കഴിഞ്ഞതാണ്. അതിനാവശ്യമുള്ള വലിയ എക്സസൈസ് നടത്തിയിരുന്നു. അങ്ങനെ ഒരു അക്രഡിറ്റ് ഏജൻസി ചെയ്ത സാധനത്തിൻ്റെ മുകളിൽ പിന്നെ ഒരു ഏകയാൾ പഠനം 10 ലക്ഷം രൂപ കൊടുത്ത് നടത്തേണ്ടിയില്ല. അതാരാ കിട്ടാട്സ് ആരാണ് ചെയ്യുന്നത്? റിപ്പോർട്ട് പോലും വന്നോ സംശയമാണത്. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ UDFൻ്റെ പ്രകടന പത്രികയിൽ വന്നിരിക്കുന്ന ആ നിർദ്ദേശം നമുക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അത് റീഓപ്പൺ ചെയ്യപ്പെടുന്നു. അത് റീഓപ്പൺ ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ട്രൈബൽ മൂവ്മെൻറ്റിന് ഇത് താഴെത്തട്ടുന്ന് ഒരു പ്രപ്പോസലാക്കി എടുക്കാൻ കഴിയും. ഈ മാനിഫെസ്റ്റോയിൽ തന്നെ ഈ ഭൂപ്രശ്നത്തിന്, ആദിവാസി ഭൂപ്രശ്നത്തിന് പരിഹാരമായിട്ട് ഈ വ്യാജരേഖകളിലൂടെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ചു പിടിക്കുക, പിന്നെ വിദേശത്തോട്ടം ഭൂമികൾ തിരിച്ചു പിടിക്കുകയും ചെയ്യണം എന്നുള്ളൊരു ആവശ്യം പറയുന്നുണ്ട്. UDFന്റെ മാനിഫെസ്റ്റോയിൽ അത് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ പ്രായോഗിക പദ്ധതികളാണ് ഇനിയിപ്പോൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്? ഒന്ന് നിക്ഷിപ്ത വനഭൂമി എന്ന് പറയുന്ന പാക്കേജ് 2002 തന്നെ എഗ്രിമെൻറ്റിൽ ഉണ്ടായിരുന്നു. 2002-2003 മുത്തങ്ങയ്ക്ക് ശേഷം നല്ലൊരു പ്രപ്പോസലായിട്ട് സംസ്ഥാന ഗവൺമെൻറ് പോയെങ്കിലും ഇത് ആർബിട്രറി ആയിട്ട് വനം വകുപ്പാണ് ചെയ്തത്. അറിയുന്നില്ല, TRDM അറിയുന്നില്ല. അതുകൊണ്ട് അതിനകത്ത് വലിയൊരു ചതിവ് പറ്റി. വെച്ചാൽ
എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഇത് സുപ്രീം കോടതിയുടെ എൻപോർഡ് കമ്മിറ്റിയുടെ പരിഗണനയിലാണല്ലോ വരേണ്ടത്. ഇപ്പം എൻപോർഡ് കമ്മിറ്റിക്ക് ഉൾപ്പെടെ ഇതിലത്തൊരു ഈ ഭൂമിയുടെ ഒരു സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കാൻ പറ്റില്ല. ഒരു 19,000 ഏക്കർ നിക്ഷിപ്ത വനഭൂമി എന്ന് പറയുമ്പോൾ 30,000 ആണ് ആന്റണി ഗവൺമെൻറ് ചോദിച്ചത്. അതത്ര മോശമായിരുന്നില്ല. കറക്റ്റായിട്ട് 30 ഇത് കൊടുക്കുന്നതിന് മുമ്പ് ഇത് അറ്റ്ലീസ്റ്റ് ഇതൊരു ടീം ഓഫ് ഒഫീഷ്യൽസ് ഇൻക്ലൂഡിങ് ഷെഡ്യൂൾ ട്രൈബ് ഡിപ്പാർട്ട്മെൻറ്റ്, പറ്റുമെങ്കിൽ മൂവ്മെൻറ്റ് വക്താക്കൾ, അങ്ങനെ ഒരു കൺസൾട്ടൻറ്റ് അറ്റ്ലീസ്റ്റ് വനംവകുപ്പ് ആർബിട്രറി ആയിട്ട് ചെയ്താൽ പോലും ഇവർക്കിത് കൃഷിയോഗ്യവും വാസയോഗ്യവുമുള്ള ഭൂമിയാണ് എന്നുള്ളതിൻ്റെ ഒരു സോഷ്യൽ സെൻസ് അതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. ആ സാധനം ഇല്ലാതെ വളരെ യാന്ത്രികമായി അവർക്ക് ആവശ്യമില്ലാത്തതും അവരുടെ മാനേജ്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള കുറേ ബിറ്റ്സ് ഓഫ് ലാൻഡ് എടുത്തിട്ടാണ് ഇവർ സെൻട്രൽ ഗവൺമെൻറ് ഇത് കൊടുക്കുന്നത്. എൻപോർഡ് കമ്മിറ്റിയിലുള്ള കേസ് എന്ന് പറയുന്നത് ഇതിനുള്ള അവരിതാപ്പാട് ചെയ്യുന്നൊരു ഭൂമിയുടെ വാല്യൂ തീരുമാനിക്കലാണ്. പകരം വനവൽക്കരണത്തിന് സംസ്ഥാനം എത്ര പണം കൊടുക്കണം എന്നുള്ളത് മാത്രം എൻപോർഡ് കമ്മിറ്റിയിൽ ബാർഗെയിൻ ചെയ്യുന്നൊരു ബാർഗെയിനിങ് ഏജൻസി മാത്രമാണ്. കോർപ്പറേറ്റ്സിനാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ വില നിർണ്ണയിക്കുന്ന ഒരു ഏക്കറിന് ഇത്ര വാല്യൂ എന്ന് പറഞ്ഞിട്ട്. എൻപോർഡ് കമ്മിറ്റിയിൽ കുമിഞ്ഞുകൂടിയ പൈസയാണല്ലോ മറ്റേ കോമ്പൻസേഷൻ ഫണ്ട് ആക്ടിലൂടെ BJP ഗവൺമെൻറ് കാലത്ത് 2015 അവർ കൈയരിഞ്ഞ് 25,000 ലക്ഷം കോടിയാണെന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 530 കോടി രൂപയാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണക്കാക്കിയത്. അത് അത്ര വലിയ തുകയല്ല. ഇത് വെയ്വ് ചെയ്യാനുള്ള കേസാണ് സുപ്രീം കോടതിയിൽ നടന്നത്. മനസ്സിലായില്ല. അല്ലെങ്കിൽ ഇതൊരു വിഷയമേ അല്ല. എൻപോർഡ് കമ്മിറ്റി ക്ലിയർ ചെയ്താൽ കഴിഞ്ഞു. അപ്പം ഇതേ പീരീഡിലാണ് ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടി, മാസ്റ്റർ പ്ലാനല്ല, നിലക്കൽ ഭൂമി 3.5 കോടിയോ 27 ഏക്കർ മറ്റും ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത് വന്നു. കാരണം പൈസ ഇവർ കെട്ടാൻ തീരുമാനിച്ചു. അപ്പം ഇത് 530 കോടി രൂപ ചോദിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ട്രൈബൽ പുനരധിവാസത്തിന് ഇത്രയും ചോദിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് കോടതിയുടെ പരിഗണന. അപ്പോൾ കോടതി ഇതൊരു കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇതൊരു ആർബിട്രറി പ്ലാറ്റ്ഫോമാണിത്. നമുക്കൊന്നും ഇതിനകത്ത് പോയി കക്ഷി ചേരാനും പറ്റില്ല. ഒരു ഗുണഭോക്ത ആദിവാസിക്കും പറ്റില്ല, ആർക്കും പറ്റില്ല. ഇതിൽ ഏക കക്ഷി സ്റ്റേക്ക് ഹോൾഡർ വനം വകുപ്പും പിന്നെ ഈ എൻപോർഡ് കമ്മിറ്റിയുടെ ഒഫീഷ്യൽസ് ആണ് വരുന്നത്. ആർബിട്രേഷൻ പ്രോസസ്സാണ് ഓൺ ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആൻഡ് വാല്യൂ ഓഫ് ദി ഫോറസ്റ്റ് ലാൻഡ് ദാറ്റ് ഹസ് ബി അലോട്ടഡ് ടു എനി ഏജൻസി. ഇതാണ് നടക്കുന്നത്. അഥവാ ഭൂമി കൈമാറ്റം ചെയ്യാനുള്ള ഒരു തട്ടിപ്പ് പരിപാടിയാണ് സുപ്രീം കോടതി കണ്ടെത്തിയ ഒരു കോർപ്പറേറ്റുകൾക്കുള്ള ഇതിനെ ഒരു ഈസ് ഓഫ് മാനേജ്മെൻറ്റ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന പരിപാടിയായിരുന്നു ഇത്. എനിവേ, അപ്പം അത് ഈ കുഴപ്പം കണ്ടുപിടിക്കുന്നത് ഫോറസ്റ്റ് ലാൻഡ് ഒരു കൺസർവേറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ കുറേയധികം വ്യവസ്ഥകളുണ്ട്. ഇത് കൈമാറ്റം ചെയ്യാൻ കാട് നശിപ്പിക്കാൻ പാടില്ല, ആദിവാസികൾക്ക് തന്നെ കിട്ടണം, നല്ല എക്സ്റ്റൻഡ് 1 ഏക്കർ എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനൊരു പുനരധിവാസ കമ്മീഷണർ അപ്പോയിൻ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഒരു പുനരധിവാസ കമ്മീഷണർ ഇൻ ദ റാങ്ക് ഓഫ് കൺസർവേറ്റർ. അപ്പോൾ വനം വകുപ്പിൻ്റെ ഒരു പുനരധിവാസ പാക്കേജായിട്ട് ഇത് ചെയ്യണം എന്നാണ്. അതിൻ്റെ ഒരു നേപ്പാളിയായിട്ടുള്ള നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു അന്നുണ്ടായിരുന്നത്. അയാൾ അത്യാവശ്യം ട്രൈബലായിരുന്നു. പുള്ളി ഒരു പ്രോ ട്രൈബൽ വ്യൂ ഉള്ളത് കൊണ്ട് പുള്ളി ഇത് മുഴുവൻ പോയി അന്വേഷിച്ചപ്പോൾ ഇതൊന്നും തന്നെ നല്ല ഭൂമിയല്ല, പലതും വാസയോഗ്യമല്ല, പലതും ഇൻഹാബിറ്റബിളാണ്. അങ്ങനെ പുള്ളി ഒരു റിപ്പോർട്ട് കൊടുത്തു. സുപ്രീം കോടതി അവസാനം ഇത് പരിഗണിച്ച് 2009 ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ്റെ ബെഞ്ചിൽ വന്ന് ഇതിങ്ങനെ അനാവശ്യമായിട്ടുള്ളൊരു എക്സസൈസാണ്, എനിക്ക് കേരളത്തിൽ ട്രൈബൽ സാധനം ഇത് ഒരു രീതിയിൽ നീട്ടിക്കൊണ്ടുകൊണ്ട് വെയ്വ് ചെയ്തിട്ട് വെയ്വിങ് ഒക്കെ ഇനിയും നമുക്ക് കൊടുക്കാൻ പറഞ്ഞ ഓർഡർ ഇട്ടു. അതേ വിധിയിൽ തന്നെ ഈ പ്രപ്പോസൽ റീവർക്ക് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. ഇത് അൺഇൻഹാബിറ്റബിൾ ആയത് മുഴുവൻ മാറ്റി കൊള്ളാവുന്ന ഭൂമി ആദിവാസികൾ കൊടുക്കാനായിട്ട് ഉള്ള പ്രപ്പോസൽ കൊടുക്കാം. പിന്നീട് അതൊരിക്കലും വെച്ചിട്ടില്ല. നമുക്കത് പോയി കേസിൽ കക്ഷി തരാനും പാടാം. ഇതൊരു ഏരിയ ഹാസ് ടു ബി റീ എക്സാമിൻ. അതേസമയം തന്നെ ഈ ബോഗസ് ലാൻഡുള്ള തോട്ടങ്ങളും എടുക്കണം. തോട്ടങ്ങൾ എടുത്താൽ എല്ലാം റീസെറ്റിൽമെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു മേജർ എക്സ്റ്റെൻഡ് അത് ഫോറസ്റ്റേഷന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യണം. ഒരു വലിയൊരു ഏരിയ അസൈനബിൾ ആയിട്ടുള്ള ഏതാണെന്ന് തീരുമാനിക്കണം. പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള റീജനറേഷന് ചില കാര്യങ്ങൾ മാറ്റണം ഒരു എക്സ്റ്റെൻഡിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മരിയനാട് പതിച്ചു കൊടുത്തല്ലോ. അതേപോലെ വനം വകുപ്പിൻ്റെ കസ്റ്റഡിയിൽ തന്നെയുള്ള കുറേയധികം എസ്റ്റേറ്റുകൾ ഓൾറെഡി ഉണ്ട്. ഈ 2 ക്വസ്റ്റ്യനെയും അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ ലാൻഡ്ലെസ്നെസ് പരിഹരിക്കാൻ പറ്റും. ഇത് കാടിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. തോട്ടങ്ങൾ ഈ പറയുന്ന കാറ്റഗറിയിലുണ്ട്. നിക്ഷിപ്ത വനഭൂമി നിയമത്തിൻ്റെ സാധ്യത കൂടി
ഉപയോഗപ്പെടുത്തിയാൽ അത് പശ്ചിമഘട്ടത്തിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള സാധനം ഇതാക്കണമെങ്കിൽ വനംവകുപ്പിൻ്റെ അധികാരം ഉപയോഗിക്കണം. ഈ തോട്ടങ്ങളിലൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണെന്ന് അവർ പറയണം. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കയ്യിലുള്ളത് പകുതിയിലധികം ഭൂമിയും ഇവർക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ആദിവാസി പുനരധിവാസം എടുക്കുമ്പോൾ മാത്രമാണ് ഇവരുടെ അവകാശം പറയാറ്. ശരിക്കും കോൺഫ്ലിക്ട് മിറ്റിഗേഷൻ ഒക്കെ തന്നെ ഇത് ആലോചിക്കാം. നമുക്ക് പാലപ്പള്ളി എസ്റ്റേറ്റ് ഒക്കെ തന്നെയും അതെ ഇപ്പം നമുക്ക് മതികെട്ടാൻ ആദിവാസി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അത് കോൺട്രവേഴ്സിയിലായത്. അവസാനം അതൊരു വയമീഡിയ സൊല്യൂഷൻ നല്ലത് നാഷണൽ പാർക്കാക്കി. ഈ മാനിഫെസ്റ്റോയിൽ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല SC/ST ഫണ്ടിന്റെ ദുർവിനിയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് TSP ഫണ്ട് ലാപ്സായി പോലും ഉണ്ട്, വകമാറ്റി ചെലവഴിക്കലും ഉണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു അനീതിയാണ് ഈ ജനതയോട് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിരവധി വളരെ പ്രായോഗികമായിട്ടുള്ള ഒട്ടേറെ പ്രപ്പോസൽസ് ഈ മാനിഫെസ്റ്റോയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതൊന്ന് വിശദമാക്കാവോ? SC/ST ഫണ്ട് ആക്ടിൻ്റെ വിഷയത്തോടൊപ്പം തന്നെ നിലവിലുള്ള നമ്മുടെ ഈ ഒരു ഡെവലപ്മെന്റ് മോഡിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതെ, തീർച്ചയായും അതുമായിട്ട് കണക്റ്റഡ് ആണ് SC/ST ഫണ്ട് ദുർബലപ്പെടുന്നത്. അങ്ങനെയാണ് ഇതിനകത്ത് മാനിഫെസ്റ്റോ സമീപിക്കുന്നത്. SC/ST സംഘടനാ പക്ഷത്ത് ഫണ്ട് ലാപ്സ് ആവുന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് പറയുന്നതെങ്കിലും മാനിഫെസ്റ്റോ കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്നു. കേരളത്തിലെ വികസന മോഡൽ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ മുഴുവൻ തന്നെ ഒരു മായിക ലോകം ക്രിയേറ്റ് ചെയ്യാണ്. ഒരു വശത്ത് അദാനി അംബാനിയെ പോലുള്ള വലിയ കുത്തക കമ്പനികൾക്ക് വലിയ അവരുടെ രാജ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. വിഴിഞ്ഞം പോലുള്ള ഹാർബറുകൾ, അല്ലെങ്കിൽ സെസ് വേറൊരു വശത്ത് നേരത്തെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കേരളയിൽ പോലുള്ള തരത്തിലുള്ള വികസനം, തുരങ്കപാത പോലുള്ള വമ്പൻ വികസനത്തെയാണ് ഇവർ വലിയ വികസന മോഡലായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടാമത്തെ ഒരു ഏരിയ നോൺ പ്ലാൻ സെക്ടർ എന്ന് പറയുന്ന ബഡ്ജറ്റിൻ്റെ ഇത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ റിയൽ ഏരിയ പ്രൊഡക്റ്റീവ് ആവേണ്ടത് പ്ലാൻ പ്രോസസ്സ് നടക്കുന്ന ഏരിയയിലാണ്. കൃഷി, വ്യവസായം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഭവത്തെയാണ് റിയൽ ഡെവലപ്മെൻറ്റ് ഏരിയ ആയിട്ട് കാണുന്നത്. അത് മുരടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഏരിയ. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്ലാൻ ഫണ്ട് ഡോർമെൻ്റ് ആണ്. താഴോട്ട് പോയി കുറച്ച് കൊണ്ടിട്ടാണ് ചെയ്യുന്നത്. റിലേറ്റീവായിട്ട് 6-7 വർഷം കൊണ്ട് 2 ലക്ഷം കോടിയായി വാർഷിക ബഡ്ജറ്റിലെ ചിലവ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ പ്ലാൻ ഫണ്ട് കുറഞ്ഞു വരുന്നത് കൊണ്ട് അതിൻ്റെ ചെറുവിഹിതം മാത്രമാണ് SC/STക്ക് കിട്ടുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു കൺസേൺ. അത് SC/STയുടെ പ്രശ്നം മാത്രമല്ല, കേരളത്തിൻ്റെ യഥാർത്ഥ വികസന മുരടിപ്പിനെയാണ് കാണിക്കുന്നത്. ഞാനിന്നിപ്പം ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ തരൂർ മണ്ഡലത്തിലൊക്കെ പോയപ്പോൾ മുഴുവൻ നെൽകർഷകരുടെയും പ്രധാന പ്രശ്നം കൊയ്ത് കറ്റയാക്കിയിട്ട് റോഡരികിലും പുരയിടങ്ങളിലും ചാക്ക് കണക്കിനും നെറ്റുവരിക. മഴ എപ്പോൾ ഏത് നിമിഷവും വരാം. ഇതൊന്ന് സംഭരിച്ചിട്ട് ഇവർക്ക് യഥാർത്ഥ വില കൊടുക്കാനോ, ഇങ്ങനെ ശേഖരിക്കുന്നത് നെല്ല് കുത്താനുള്ള മില്ലുകൾ ഇത്രയും വർഷമായി തരൂർ മേഖലയിൽ പാലക്കാട് ഇല്ല എന്നുള്ളതാണ്. തരൂർ മാത്രമേ 6 മില്ലുകൾക്കുള്ള സാധ്യതയുണ്ടെന്നും അവിടുത്തെ ഒരു മണ്ഡലത്തിലെ ദളിതനായിട്ടുള്ള സ്ഥാനാർത്ഥി KC സുബ്രഹ്മണ്യൻ്റെ പ്രധാനപ്പെട്ട പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള ഗ്യാരണ്ടി, ഞാൻ 2 മില്ലുകൾ ഒരു വർഷത്തിനുണ്ടാക്കുന്നതാണ്. ഇതാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വില നിർണ്ണയം മാത്രമല്ല, ഇതിനെന്തെങ്കിലും ഒരു വ്യാവസായിക ലിങ്കേജോ മാനുഫാക്ചറിങ് സാധനമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു പദ്ധതിയും ഇത് പ്ലാൻ ഫണ്ട് എന്നല്ലേ കിട്ടും. മറ്റേ മേഖലയിലുള്ളതാണ് വികസന മേഖലയ്ക്ക് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കിഫ്ബിയും 50,000 കോടി കിഫ്ബിയിൽ നിന്നും ബാക്കി മുഴുവൻ തന്നെ സേവനങ്ങൾ ചെയ്യുന്നുള്ള ആൾക്കുള്ള ശമ്പളം, കിമ്പളം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് അത് മുഴുവൻ പോകുന്നത് റവന്യൂ വരുമാനത്തിൻ്റെ. ഇതാണ് നമ്മളതിനകത്ത് പറയുന്നത്. അപ്പോൾ റവന്യൂ കൊടുക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും നികുതി കൊടുത്തിട്ടുണ്ടാക്കുന്ന റവന്യൂ എയ്ഡഡ് ആളുകളുടെ ശമ്പളം കൊടുക്കാൻ, സർക്കാർ മന്ത്രിമാർക്ക് ഏകപക്ഷീയമായിട്ട് ശമ്പളം വർദ്ധിപ്പിക്കാൻ, ബാക്കി ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്ന വലിയൊരു ആംബിറ്റ് സൃഷ്ടിച്ച് ഈ ഒരു 1000 രൂപ പെൻഷനും കൊടുത്ത്, അല്ലെങ്കിൽ അതിനെ ഞങ്ങൾ 2000 വർദ്ധിപ്പിക്കുന്നുള്ള ഒരു ഗിമ്മിക്സ് കാണിച്ചിട്ട് അധികാരത്തിൽ തുടരുന്ന വലിയൊരു തട്ടിപ്പാണത്. അങ്ങനൊരു തട്ടിപ്പ് പരിപാടി ചെയ്യുമ്പോൾ ഈ പ്ലാൻ ഫണ്ട് കൃത്യമായും കിട്ടേണ്ടിയിരുന്ന വിഭാഗങ്ങളായുള്ള ദുർബല വിഭാഗങ്ങളിൽ ഒരുപാട് ദുർബല വിഭാഗങ്ങളുണ്ട്. അത് ഏറ്റവും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷനിലെ ഏക വിഭാഗം SC/ST വിഭാഗമാണ്. 30,000 പ്ലാൻ ഫണ്ടെങ്കിൽ 3,000 കോടിയല്ലേ അവർക്ക് കിട്ടുന്നുള്ളൂ. ഈ 3,000 കോടിയിൽ കുറച്ച് സെൻട്രൽ അസിസ്റ്റൻസ് ഉണ്ടാകുന്നു. നമുക്കൊരു 5,000 കോടി തന്നെ സങ്കല്പിക്കുക. ആ ഫണ്ടിൻ്റെ മേജർ ഷെയർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് കിട്ടിക്കൊണ്ടിരുന്ന വിദ്യാഭ്യാസമാണ്. ഹൗസിങ്ങിൻ്റെ നേരത്തെ 2016 മുതൽ ലൈഫ് മിഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അക്കൗണ്ടബിലിറ്റി വളരെ മോശമാണ് അതിൻ്റെ.
ലൈഫ് മിഷൻ്റെ കമ്പൗണ്ടിലേക്ക് SC/ST ഫണ്ട് അല്ലാതെ ഏത് ഫണ്ട് കിട്ടും എന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ്. 1,00,000 ചില ആൾക്ക് പട്ടികജാതിക്കാർക്ക് വീട് വെച്ച് കൊടുത്തു എന്ന് പറയുന്നു. ബാക്കി 3.5 ലക്ഷം പേർക്ക് എങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നുള്ളൂ, എവിടെ നിന്ന് പൈസ കിട്ടിയെന്ന് വ്യക്തമാക്കണം ഇവർ. അതുകൊണ്ട് തന്നെ ഭവന നിർമ്മാണം ലൈഫിൽ നിന്ന് മാറ്റണം എന്ന് പറയുന്നുണ്ടല്ലോ. വൻ അഴിമതിയും തട്ടിപ്പതിനും നടക്കുന്നുണ്ട്. ഞാനിത് ഒരു പൂർണ്ണമായിട്ട് ഫുൾ പ്രൊഫൈലുള്ള കണക്കുകളിലൂടെ പറയേണ്ടത് അത് എടുത്തു മാറ്റണം. കാരണം അത്രയും കൈമാറിയ തുകക്ക് കണക്കായുള്ള വീട് ഇവർക്ക് കിട്ടിയിട്ടില്ല. വിദ്യാഭ്യാസത്തിൻ്റെത് ഈ ഗ്രാൻഡിൻ്റെ കോൺട്രവേഴ്സി നമുക്ക് അറിയാമല്ലോ. പിന്നീട് വേറൊരാൾ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന എല്ലാ തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പ്രക്രിയ അവസാനിച്ചു. ഞാൻ മെന്നാന്ന് മാനന്തവാടി ഒരു റേപ്പ് ചെയ്യപ്പെട്ട കുട്ടിക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ അട്രോസിറ്റി അനുസരിച്ച് പീഡനം അനുസരിച്ച് കിട്ടേണ്ട കോമ്പൻസേഷനൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ 2 വർഷമായിട്ട് പെൻഡിങ് ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള SC/ST വിഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് കൊടുക്കുന്നൊക്കെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു ഔദാര്യമൊക്കെ അവർ മാറ്റി. ബെനവലൻസ് പൊളിറ്റിക്സ്. ഇപ്പം ഡോക്ടർ R.C. സുസുകേഷ് ലാൻഡ് ഡിസ്ട്രിബ്യൂഷനും അങ്ങനെ ഒരു സ്ഥാനമാക്കി. 5 സെന്റ് ഞങ്ങൾ തരുന്നു, പട്ടയമേളകൾ നടത്തുന്നു. പക്ഷെ വിദ്യാഭ്യാസ മേഖലയിലെ ഗ്രാൻസിന്റെ പ്രശ്നം പറഞ്ഞു. അത് കൂടാതെ തന്നെ അതിപ്പോൾ ഏറെക്കാലങ്ങളായിട്ട് ഇപ്പോൾ ഗോത്രമഹാസഭയാണെങ്കിലും ആദിശക്തി സമ്മർ സ്കൂളാണെങ്കിലും ഒക്കെ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ അത് കാലോചിതമായി പരിഷ്കരിക്കാത്ത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങൾ ഇപ്പോൾ കൊഴിഞ്ഞുപോക്കിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സ്ക്രൈബ് ദുരുപയോഗത്തിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഹോസ്റ്റൽ സൗകര്യത്തിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഈ മാനിഫെസ്റ്റോ കാണുന്നത്? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? കുട്ടികളുടെ ഗ്രാൻഡ് പോലുള്ള കാര്യങ്ങളുടെ ഗ്രാൻഡ് മീൻസ് ഈ ഗ്രാൻഡ് പല കാറ്റഗറിയാണ്. സ്കോളർഷിപ്പ് ഉണ്ട്, ഫീസ് ഗവൺമെൻറ് കൊടുക്കുന്നുള്ളത്. അത് പുനർനിർണയം ചെയ്യാത്തതിൻ്റെ പ്രശ്നവും 4 ഇയർ കോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തതിൻ്റെ പുതിയ സാമ്പത്തിക ബാധ്യതകൾ വരുന്നതും തന്നെ വിദ്യാഭ്യാസ വകുപ്പോ SC/ST ഡിപ്പാർട്ട്മെൻറ്റ് പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു വിഷയം. അവിടെ വിദ്യാഭ്യാസ മേഖല നടന്ന മുഴുവൻ പരിഷ്കാരത്തിൻ്റെയും കോണ്ടക്സ്റ്റിൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് സേഫ് ഗാർഡ് ചെയ്യാൻ സമഗ്രമായുള്ള അന്വേഷണം വേണമെന്നാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ദർ ഷുഡ് ബി ആൻ എൻക്വയറി ഏജൻസി. അതാണ് നമ്മുടെ പറയുന്നത്. അപ്പം നമുക്ക് ഓരോന്ന് എണ്ണീനി പറയുകയാണെങ്കിൽ 100 കണക്കിന് വരും. അത് എല്ലാ മേഖലയും സർവത്ര മേഖലയും ബാധിക്കൊണ്ട് തന്നെ അത് പ്രയോറിറ്റൈസ് ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടികൾക്ക് ഹോസ്റ്റലിൽ കൊഴിഞ്ഞുപോക്കിന് അല്ല, പഠനം നിർത്തിപ്പോയതിൻ്റെ ഒരു പ്രധാന കാരണം ട്യൂഷൻ ഫീ കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല. ഈ ഹോസ്റ്റലേഴ്സ് മൈഗ്രേറ്റ് ചെയ്താലേ മതിയാവുന്നത്. സ്വന്തം ഗ്രാമം വിട്ട് ഇതര ജില്ലകളിലേക്ക് പോകണം, ഇതര യൂണിവേഴ്സിറ്റികളിലേക്ക് പോകണം. അങ്ങനെ പോകുമ്പോൾ അവർക്ക് ന്യായയുക്തമായി സസ്റ്റെയിൻ ചെയ്യാനുള്ള പൈസയാണ് ഹോസ്റ്റൽ ഫീ. അത് വളരെ പ്രാചീനമായ നിരക്കിലാണ് കൊടുക്കുന്നത്. സ്വകാര്യമായിട്ടുള്ളൊരു ഒരു ഹോസ്റ്റലിൽ താമസിക്കുക SC കുട്ടിക്ക് 1,500, ഷെഡ്യൂൾ ട്രൈബിനാണ് 3000, MBBSനോ എഞ്ചിനീയർ പഠിക്കുന്ന 4,500 പ്രതിമാസം കൊടുക്കുള്ളൂ. ആ റേറ്റ് കൊണ്ട് അവർക്ക് എവിടെയും താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നുകിൽ അവർ അഡ്മിഷൻ എടുത്ത് പോകില്ല, പോയാൽ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാതെ തിരിച്ചു വരും. പിന്നെ പോക്കറ്റ് മണി എന്നൊക്കെ പറയുന്നത് വളരെ ഇപ്പം UDFൻ്റെ പ്രകടന പത്രികയിൽ പെൺകുട്ടികൾക്ക് 1000 രൂപ പറഞ്ഞത് വളരെ റിലവൻ്റായിട്ടുള്ളൊരു കാര്യമാണത്. അതേപോലെ തന്നെ പ്രീ അഡ്മിഷൻ സപ്പോർട്ട്. ഒരു കുട്ടിയെ ക്യാമ്പസിലേക്ക് എത്തണമെങ്കിൽ തന്നെ അവനോ അവളോ എക്വിപ്പ് ചെയ്യപ്പെടണം. പാരൻസിന് ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് അല്ലാത്ത പാരൻസിന് ഇതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആദിശക്തി സമ്മർ സ്കൂളൊക്കെ ഇടപെട്ട ഒരു ഏജൻറ്റ് എന്നുള്ള നിലയിൽ അതാണ് അതിൻ്റെ റിലവൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സപ്പോർട്ട്സ്, പരിശീലന ക്ലാസ്സിന് പോകാനുള്ള സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ. അതിൽ തന്നെ വൾണറബിളായിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ ഒരു സ്പെഷ്യൽ പാക്കേജ് വേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അതിൻ്റെ പ്രാധാന്യം അനുസരിച്ചുള്ളതിനാണ് നമ്മളൊരു കമ്മീഷൻ എന്നുള്ളത് അതിലുള്ള ക്വസ്റ്റ്യൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് ദേശീയ തലത്തിലുള്ള പരിഷ്കാരങ്ങൾ, NEP. അപ്പോൾ NEP എന്ന് പറയുന്നൊരു പരിഷ്കാരത്തിൻ്റെ ഒരു കോണ്ടസ്റ്റിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് പ്രൊട്ടക്റ്റ് ചെയ്യണം. വരുമാന പരിധി എടുത്ത് കളയണം. അതേപോലെ തന്നെ പുതിയ ക്ലാഷസ് വരുന്ന രോഹിത് ആക്ട് പോലുള്ള ഇഷ്യൂസ്, ക്വസ്റ്റ്യൻസ് പരിഗണിക്കേണ്ടി വരും. വലിയ കുട്ടികൾക്ക് ക്യാമ്പസിലുള്ള ഫ്രീഡം ഉണ്ടാവണം. നിലവിൽ നാഷണൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ഗാർഡ് അവർക്ക് വേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഖണ്ഡിതമായി പറയുന്നില്ല. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷണലി അവർക്കുള്ള സംഭവങ്ങളൊക്കെ മാൻഡേറ്ററി ആണ്, സ്കോളർഷിപ്പുകൾ. പക്ഷേ ഇവരിതിപ്പം വേറെ തരത്തിൽ ഒരു എനേബിളിംഗ് പ്രൊവിഷനായിട്ട് വരുമാന പരിധി നോക്കിയോ കൂടുതൽ പഠന മികവ് നോക്കിയോ ഒക്കെ കൊടുക്കുന്ന ഒരു ഒന്നാക്കി സ്കോളർഷിപ്പിനെ മാറ്റി. അതാണ് വ്യത്യാസം. അങ്ങനെ അപ്പം അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഈ ഗ്രാൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ മറ്റ് സ്കോളർഷിപ്പ് കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു മികവുള്ള കുട്ടികൾക്കൊരു സ്കോളർഷിപ്പ് നേരത്തെ കൊടുക്കുമായിരുന്നു. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് അത് മുഴുവൻ നിർത്തി. കഴിഞ്ഞ ദിവസം വൈറലായ മറ്റൊരു ആർട്ടിക്കിൾ വന്നത് 1,00,000-ലധികം കുട്ടികൾക്കുള്ള
സെൻട്രൽ സ്കോളർഷിപ്പുകളെല്ലാം അവസാനിപ്പിച്ചു എന്നാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ബംഗാളിലും കേരളത്തിലുമാണ്. അല്ലെങ്കിൽ അതിദുർബലരായിട്ടുള്ള സാമൂഹിക വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ കൊടുക്കുന്ന, പരിഗണന നൽകുന്ന ഒരു വിദ്യാഭ്യാസ രീതി ചെയ്യേണ്ട ഉത്തരവാദിത്വം വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ആസൂത്രണം ചെയ്യും, വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കേണ്ടതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒറ്റ പ്രോട്ടോടൈപ്പേ ഉള്ളൂ. ഒരു മീഡിയോക്കർ കമ്മ്യൂണിറ്റിയെ കണക്കിലെടുത്തിട്ടുള്ള പബ്ലിക് സ്കൂളിംഗ് ആണ് അവർ കാണുന്നത്. അതുകൊണ്ട് സാമൂഹികമായി വേർതിരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഭാഷാപരമായ പ്രശ്നം, പിന്നോക്കാവസ്ഥ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ എന്നും കണക്കിലെടുത്തിട്ട് ഒരു പബ്ലിക് സ്കൂൾ സിസ്റ്റത്തിൽ അതില്ല. അത് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിലവിൽ അത് ഷെഡ്യൂൾ ട്രൈബിൻ്റെയോ ഷെഡ്യൂൾ കാസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറ്റി. വിദ്യാഭ്യാസ വകുപ്പിനൊരു കാഴ്ചപ്പാടില്ല. ഇല്ല. അപ്പം അർത്ഥത്തിൽ നമ്മൾ പണ്ട് വിദ്യാഭ്യാസ ഹരിജൻ സ്കൂൾ എന്നൊക്കെ പറയുന്നത് ഒരു മോശം കാര്യമല്ല. അത് വിദ്യാഭ്യാസ വകുപ്പിനെ നേരിട്ട് ചെയ്യുന്നതാണ്. സർക്കാരിൻ്റെ തന്നെ അതിപിന്നോക്കം നിൽക്കുന്ന സാമൂഹിക വിഭാഗങ്ങൾക്ക് അത് ചെയ്യുന്നതാണ്. അത് റദ്ദാക്കപ്പെടേണ്ടതില്ല. മീൻസ് ഇപ്പോൾ ഒരു മൾട്ടി ലിംഗ്വൽ സിസ്റ്റം വേണം, പ്രാദേശിക ഭാഷകളുടെ വ്യതിരിക്ത കണക്കെടുത്ത്. അതേപോലെ തന്നെ അവർക്ക് പ്രീ സ്കൂളിംഗ് കൊടുക്കണം. അവർക്ക് കൂടിച്ചൂടി ഹയർ ലെവലിലേക്ക് പോകാൻ പറ്റുന്ന ഇംഗ്ലീഷ് മീഡിയം സിസ്റ്റം ഓഫ് ഉണ്ടാകണം, പ്രാദേശികമായിട്ട് പാഠശാല വേണം, മെൻറ്ററിങ് വേണം എന്നൊക്കെയുള്ളത് വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവേണ്ട പരിഷ്കാരമാണ്. സ്ക്രൈബിന് വെക്കുന്ന കാര്യത്തിലും ഇത് ഈ ഇല്ലീഗൽ പരിപാടി ചെയ്യുന്ന വിദ്യാഭ്യാസം. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ പഠന നിലവാരം ഇതായാലും ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല, ഞങ്ങൾക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകിൽ അവരെ കൊണ്ട് പരീക്ഷ എഴുതിക്കാതിരിക്കുക, അല്ലെങ്കിൽ പകരക്കാരെ വെച്ചിട്ട് ഞങ്ങൾക്ക് 100% ഉണ്ടാക്കണം. അപ്പം മറ്റു കുട്ടികളോടൊപ്പം എത്തിക്കാൻ ഇതേ വഴിയുള്ളൂ എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല. ഈ തവണത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ മാനിഫെസ്റ്റോ പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ ഗോത്രമഹാസഭ വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഈ ആദിവാസി വിഭാഗങ്ങളിലെ അതിപിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം. പ്രത്യേകിച്ച് ST റിസർവേഷൻ വരുന്ന 2 മണ്ഡലങ്ങളിൽ, വയനാട്ടിലെ 2 മണ്ഡലങ്ങളിൽ അടിയ പണിയ വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ കാട്ടുനായ്ക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണം എന്നുള്ളത്. അപ്പോൾ ഈ മാനിഫെസ്റ്റോയിലും അത്തരത്തിൽ ഈ അതിപിന്നോക്ക വിഭാഗങ്ങളിൽ, STയിൽ തന്നെയുള്ള അതിപിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങൾ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഭരണപങ്കാളിത്തത്തിലും തൊഴിലിലുമൊക്കെ തന്നെ. അക്കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഗോത്രമഹാസഭയുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ ഗോത്രമഹാസഭ തന്നെ ഏറ്റവും കൂടുതൽ അതിപിന്നോക്ക വിഭാഗങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ജാനുവിൻ്റെ മൂവ്മെൻറ്റ് ഒരു അതിപിന്നോക്കരുടെ മൂവ്മെൻ്റ് ആയിരുന്നു. വയനാട്ടിലെ പണിയാടിയ കാട്ടുനായ്ക്ക പോലുള്ള ഈ വിഭാഗങ്ങളും തിരുവിതാംകൂറിലെ വേടരും ലാൻഡ്ലെസ് ട്രൈബ്സിൻ്റെ മൂവ്മെൻ്റ് ആയതുകൊണ്ട് ഇവരായിരുന്നു ഗോത്രമഹാസഭയിൽ അട്രാക്ട് ചെയ്യപ്പെട്ടത്. ഈ ലാൻഡുള്ള കുറിച്യരോ കുറുമരാരും തന്നെ അട്രാക്ട് ചെയ്യപ്പെട്ടില്ല, മലയരൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ആ മൂവ്മെൻറ്റിൻ്റെ ലീഡർഷിപ്പ് അവരായിരുന്നു. ജാനുവിൻ്റെ ഒരു ഫിഗർ ഹെഡിങ്. ബട്ട് നമ്മളെ സംബന്ധിച്ച് അക്കാര്യത്തിൽ അവ്യക്തതയിലായിരുന്നു ഇവരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന്. നമുക്ക് അതിപിന്നോക്ക വിഭാഗങ്ങളുടെ വിഷയങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു. വേഡർ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകം, അവർക്ക് പ്രത്യേക സംഘടന വേണം, അവരുടെ പ്രത്യേക റൈറ്റ്സ് വേണം, അവർക്ക് പ്രത്യേക നിയമനങ്ങൾ എന്നുള്ളത് ഒഴികെ ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലല്ലേ? അന്ന് തന്നെ. പിന്നീട് സുപ്രീം കോടതിയുടെ 2024 വിധി വന്നപ്പോൾ അതൊന്നുകൂടി നമ്മളെ കണ്ണു തുറപ്പിട്ടുണ്ട്. വിധി വന്നപ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ചൊന്നും വ്യക്തിമായിട്ട് യാതൊരു അവ്യക്തത ഉണ്ടായിട്ടില്ല. വിധിയെ എതിർക്കുമ്പോൾ തന്നെ, അതായത് ഇതിന് ഉപജാതികളായിട്ട് സംവരണം കൊടുക്കുന്ന പരിപാടിയല്ല വരേണ്ടത്. അവർക്ക് വൾണറബിൾ എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. അതുകൊണ്ട് അതിപിന്നോക്കം നിൽക്കുന്ന പണിയാടിയ കാട്ടുനായ്ക്ക വിഭാഗങ്ങൾക്ക് പട്ടികവർഗത്തിലും പട്ടികജാതിയിലുള്ള വേഡർ അതുപോലുള്ള കമ്മ്യൂണിറ്റികൾക്ക് പ്രത്യേക ഇക്കണോമിക് പാക്കേജ് ഉണ്ടാകണം. ആ ഇക്കണോമിക് പാക്കേജിൽ തന്നെ സ്ലേവറിക്ക് വിധേയമായവർക്ക് റെപ്പറേഷൻ വേണം. അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആക്ട് വേണം എന്നുള്ള ക്വസ്റ്റ്യൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആക്ട്. സെൻട്രൽ ആക്ട് പാർലമെൻറ്റ് വന്നാലേ അതിനൊരു നിയമപരമായ പരിരക്ഷ ഉണ്ടാകുള്ളൂ. അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അത് ക്ലാരിറ്റി ഉണ്ടാവണം. ഒരു കോട്ട തീരുമാനിക്കുന്നത് ശാശ്വതമായിരിക്കും അത്. അപ്പം മറ്റ് സമൂഹങ്ങളോടൊപ്പം അവർക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണം. പിന്നെ ഈ പറയുന്ന സോഷ്യലി വൾണറബിൾ ആക്കപ്പെട്ട ഹിസ്റ്റോറിക്കൽ കോണ്ടക്സ്റ്റിൽ അവർക്കൊരു അവർ ജനസംഖ്യയിൽ അത്രയും ഉണ്ടാകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ 1%, 2% ഈ ആകെ പട്ടികവർഗ വിഭാഗം ഒരു ഇല്ലല്ലോ. പക്ഷേ ST റിസർവേഷനിൽ 10% ഉണ്ട് എങ്കിൽ ഇവർക്കൊരു അഡീഷണൽ 1% എന്തുകൊണ്ട് നിയമം ഉണ്ടായിക്കൊണ്ടില്ല. ഇതാണ് എൻ്റെ പോയിന്റ്. തമിഴ്നാട്ടിൽ അങ്ങനെ ഉണ്ട്. അതൊരു കോട്ടയാണ്. ആ കോട്ടയ്ക്ക് പകരം, കോട്ടയായതുകൊണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടന്നോളന്നില്ലല്ലോ. കോട്ട എവിടെ ഉണ്ടാവും, നിയമനങ്ങൾ നടക്കില്ലല്ലോ. അപ്പോൾ കോട്ടയ്ക്ക് പകരം അവർക്കൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആക്ട് ഉണ്ടായാൽ പുതിയ തസ്തികൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കണം, അവർക്കൊരു നിയമനം നടക്കണം. മറ്റുള്ളവർക്ക് അത് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നൊരു ബോധം ഉണ്ടാകാം. അതിന് ഇങ്ങനെ നൽകുന്നത് കോമൺ പൂളിൽ നിന്ന് ഒരു 1% ഷെയറോ അല്ലെങ്കിൽ 2% ഷെയറോ
ഇവർക്ക് മാറ്റിവെക്കണം. ഒരു രീതിയിലും കോമൺ പൂളിൽ അവർ മത്സരിക്കുന്നതിന് തടസ്സമാകുകയും ചെയ്യരുത്. ഉദാഹരണത്തിന് 2% ഷെഡ്യൂൾ ട്രൈബിന് ഓവറോൾ സംവരണം ഉണ്ടെങ്കിൽ ഈ അതിദുർബലരായ ആൾക്ക് 2% മത്സരിക്കാൻ കഴിയേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വേറെയും നടക്കേണ്ടതുണ്ട്. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. SCയിലുള്ള വേടൻ പോലുള്ള ആളുകൾക്ക് പിന്നൊക്കെ വിഭാഗങ്ങൾ എന്നുള്ള അതിലൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആക്ട് നടത്തുമ്പോൾ തന്നെ അവർക്ക് 10%ലും കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് നിലനിർത്തേണ്ടതുണ്ട്. നല്ലൊരു ഉപസംവരണവാദികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സബ്ഡിവൈഡ് ചെയ്താൽ ഇവരുടെ പ്രശ്നം, സബ്ഡിവൈഡ് ചെയ്താൽ ഇവരുടെ പ്രശ്നം പരിഹരിക്കില്ല. മാത്രമല്ല സുപ്രീം കോടതിയുടെ കൺസേണിൽ ഈ സബ്ഡിവിഷനേ ഉള്ളൂ. വൾണറബിൾ എന്ന് പറയുന്നൊരു സംഭവമില്ല. അവർ പിന്നോക്കാവസ്ഥ റിലേറ്റീവ്ലി അതിനകത്ത് മേൽക്കി തട്ടുണ്ടെന്നത് കൊണ്ട് അത് വിഭജിക്കണമെന്നേ ഇവർ പറയുന്നുള്ളൂ. ആ വാദവും ഇതും രണ്ടാണ്. വൾണറബിൾ എന്ന് പറയുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിരക്ഷ കൊടുക്കണം എന്ന് പറയുന്നതും ഈ ക്രിമിലെയർ നിശ്ചയിക്കുന്നതും വൾണറബിലിറ്റി കണ്ടെത്തുന്നതും രണ്ടാണ്. വൾണറബിലിറ്റിക്ക് വേറെ റീസൺസ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ റീസൺ ഉണ്ട്. അതെല്ലാവരും അൺടച്ചബിൾസ് ആവുന്നതുകൊണ്ടും എല്ലാവരും ട്രൈബ്സ് ആവുന്നതുകൊണ്ടും അങ്ങനെ പറയുന്നത് കൊണ്ട് വൾണറബിലിറ്റി മാറുന്നില്ലല്ലോ. തോട്ടിപ്പണി എടുത്ത ഒരു കമ്മ്യൂണിറ്റിക്കുള്ള വൾണറബിലിറ്റി മറ്റുള്ളവർക്ക് ഇല്ല. ആ തോട്ടിപ്പണി എടുത്തതിൻ്റെ ഉത്തരവാദിത്വം മറ്റ് കമ്മ്യൂണിറ്റികളല്ല. അവർ ഗ്രേഡഡ് ഇന്നീക്വാലിറ്റി ഉണ്ടാക്കിയൊന്നുമല്ല. പണിയനും മടിയനൊക്കെ സ്ലേവറിക്ക് വിധേയമായതുകൊണ്ടാണ് അവർക്ക് സാമൂഹിക അവകാശം. അതിൻ്റെ ഉത്തരവാദികൾ മറ്റ് ട്രൈബ്സ് അല്ലല്ലോ. ഡോക്ടർ മോഹൻ ഗവാല നിയമജ്ഞൻ പറഞ്ഞ അതാണത്. അറ്റ്ലീസ്റ്റ് അതുപോലെ കോമൺ പൂൾ നടത്തി അവർക്ക് കൊടുക്കട്ടെ 1%. EWSന് കൊടുത്തല്ലോ, കോട്ട നിശ്ചയിച്ചു. അതുപോലെ വൾണറബിൾ കമ്മ്യൂണിറ്റിക്ക് എന്തുകൊണ്ട് EWSന് അംഗീകാരം കൊടുത്താണല്ലോ സുപ്രീം കോടതി. ഇത്രയും സ്നേഹം അതിദുർബലരായ ഇവരോടുണ്ടെങ്കിൽ ഇവർക്കൊരു കോട്ട എടുത്ത് കൊടുക്കണം. ഈ രാഷ്ട്രീയ അവകാശങ്ങൾ എന്നുള്ളൊരു പുതിയ ഭാഗം കൂടി കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായിട്ട് ഇത് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ അടുത്ത കാലത്ത് നമ്മൾ വയനാട്ടിലുള്ള ഒരു വിഷയം പണിയ കമ്മിറ്റി സ്ഥാനാർത്ഥിയാക്കുന്ന പറഞ്ഞ് ഞാനൊക്കെ ക്യാമ്പയിനിൽ സജീവമായിരുന്നു. രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാളവിടെ MP ആയി, സോണിയാഗാന്ധിയായി, പ്രിയങ്ക ഗാന്ധി വന്നു. വയനാടിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളത് അവരിതുവരെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവിടുത്തെ ഷെഡ്യൂൾ ട്രൈബ് വിഭാഗങ്ങളിലുള്ള ആളുകളെ മോസ്റ്റ് ബാക്ക്വേർഡിലെ കമ്മ്യൂണിറ്റി അവർ കേൾക്കണം. അവരുടെ MP ഓഫീസിൽ ഇതിൻ്റെ പ്രത്യേക സെല്ലുണ്ടാവണം. ഈ കമ്മ്യൂണിറ്റി ആളുകൾ അതിനകത്ത് നിയമിക്കണം. അറ്റ്ലീസ്റ്റ് MP-യുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാനും സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഈ വിഷയങ്ങൾ എത്തിക്കാനും. അതുകൊണ്ട് എല്ലാ SC/ST മിനിസ്റ്റർമാരുടെ സ്റ്റാഫിലും ഇവരുണ്ടാകണം. ഇവർക്ക് പ്രത്യേക ഒരു കോട്ട ഉണ്ടാകണം. അതിൽ വൾണറബിൾ കമ്മ്യൂണിറ്റിക്ക് പ്രാതിനിധ്യം കൊടുക്കണം. ഇനി മന്ത്രിമാരില്ലെങ്കിലും എല്ലാ MLA-മാരുടെയും ഷെഡ്യൂൾ ട്രൈബ് ആൻഡ് ഷെഡ്യൂൾ കാസ്റ്റുള്ളവർക്കെല്ലാം തന്നെ ഇത്തരം ഒരു സെൽ അവരുടെ റിയൽ ക്വസ്റ്റ്യൻസ് അവരുടെ പരിഗണനയിൽ കൊണ്ടുവരാൻ. എനിക്ക് ഉറപ്പുണ്ട് വയനാട്ടിൽ ഇപ്പം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥികൾക്കും അവിടുത്തെ പണിയരുടെയും അടിയരുടെയും കാട്ടിക്കുന്ന പ്രശ്നം അറിഞ്ഞുകൂടാ. അവരുടെ ജീവിതമായിട്ട് അതിന് ബന്ധമില്ല എന്നുള്ള പ്രശ്നം അവരാരോട്ടും ഇത് പറഞ്ഞും കൊടുക്കുന്നില്ല. തൊഴിലില്ലായ്മക്ക് പരിഹരിക്കണമെങ്കിൽ ഇവർക്കിപ്പോൾ ഈ 44ാമത്തെ പൊസിഷനാണ് ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ചട്ടത്തിലുള്ളത്. ആ പൊസിഷനെ സ്റ്റെപ്പ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ അവർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ മോഡിഫൈ ചെയ്യണം. പെസാ നിയമം വഴി പഞ്ചായത്തിൻ്റെ ഇതിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം നടത്തിയാലേ ഇത് പറ്റുള്ളൂ. SC/ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു 50% ഒരു നിശ്ചിത ശതമാനം ഇവർ തസ്തികകളിലേക്ക് വരണം. ഇനി ഇപ്പം 2029 തെരഞ്ഞെടുപ്പ് വരുമ്പം വിമൻ റിലേഷൻ അപ്പം അതിൽ ഇൻസിറ്റു SC/ST സംവരണം അതെല്ലാം കൊണ്ടുവരുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ചില പൊളിറ്റിക്കൽ നീഡ്സ് അതിൽ ഈ SC/ST കോർപ്പറേഷൻ ഡിവൈഡ് ചെയ്യും, അത് ഇഫക്റ്റീവ് ആക്കണം. SC/ST കമ്മീഷൻ ഡിവൈഡ് ചെയ്യും, അത് ഇഫക്റ്റീവ് ആക്കുകയും അതിദുർബലരായിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റി ആളുകൾക്ക് ഈ സംവിധാനത്തിലെല്ലാം തന്നെ ഒരു 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 പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം. അവസാന ചോദ്യത്തിലേക്ക് വരാം. തുടങ്ങിയ സ്ഥലത്തു നിന്ന് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഈ മാനിഫെസ്റ്റോയിലെ പല ആവശ്യങ്ങളും അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റോ മുന്നോട്ട് വയ്ക്കുന്ന പല കാഴ്ചപ്പാടുകളും 2001 മുതൽ കുടികെട്ടി സമരകാലം മുതൽ ഉന്നയിച്ചിരുന്ന പല ആവശ്യങ്ങളുടെയും ഒരു ക്രോഡീകരണം ആണ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഈ 2.5 പതിറ്റാണ്ടിനിടയിൽ ഒരു 15 വർഷം കേരളം ഭരിച്ചത് LDF മുന്നണിയായിരുന്നു. LDF മുന്നണി ഭരിക്കുന്ന സമയത്തായിരുന്നു പലപ്പോഴും ഈ ആവശ്യങ്ങൾ 2001 മുതൽ ഗോത്രമഹാസഭ മുന്നോട്ട് വെച്ച പല ആവശ്യങ്ങളും നടക്കാതിരുന്നതും LDF ഭരിച്ച കാലത്ത് തന്നെയായിരുന്നു. അതുകൊണ്ടാണോ ഈ തിരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണയ്ക്കുന്നു എന്ന് ഒരു സമീപനം എടുത്തിരിക്കുന്നത്? പക്ഷെ പലപ്പോഴും UDF-നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളൊരു സമീപനം ഗോത്രമഹാസഭ എടുക്കുമ്പോൾ ഇപ്പോൾ CK ജാനു അടക്കം
UDF പിന്തുണയ്ക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുക്കുന്ന സമയത്തൊക്കെ മുത്തങ്ങ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് പലപ്പോഴും ഇടത് ക്യാമ്പുകൾ കൊണ്ടുവരാറുണ്ട്. എന്താണ് മാഷിന് അക്കാര്യത്തിൽ ഒരു മറുപടി നൽകാനുള്ളത്? എന്തുകൊണ്ടാണ് UDF പിന്തുണയ്ക്കുന്നു എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ കാരണം? നമുക്ക് കുറച്ചുകൂടി അഡ്വക്കസിക്കുള്ള ഒരു ഫ്രീഡം കിട്ടാറുണ്ട് എന്നുള്ളതാണ്. UDF എൻഗേജ് ചെയ്യുന്നതിൽ നമുക്കൊരു സൗകര്യം. LDF അതിനെതിരെ കഥകടച്ച് കളി. അത് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് ആദിവാസി ദളിത് മൂവ്മെൻറ്റുകൾക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് UDF നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുമ്പും ഉണ്ടായിട്ടുണ്ട്. 6 മാസം നമ്മൾ നിൽപ്പ് സമരം നടന്ന ഒരു 6 മാസത്തിൻ്റെ ഇടവേളയിൽ 30ഓളം യോഗങ്ങൾ നടന്നതായിട്ട് എൻ്റെ ഓർമ്മ. അതിനെല്ലാം മിനിറ്റ്സ് ഉണ്ട്. അപ്പം നമുക്കൊരു അഡ്വക്കസി വർക്കിൽ കിട്ടുന്ന വലിയൊരു ഒരു സാധ്യതയാണ് ആ ടൈപ്പ് ഓഫ് എൻഗേജ്മെൻറ്റിലെ. മുത്തങ്ങ വെടിവെപ്പ് നടന്നതിന് ശേഷവും നമ്മൾ ആൻ്റണിയായിട്ടുള്ള ഡയലോഗിൽ ഏർപ്പെട്ടുകൊണ്ടാണ് RLFAമൊക്കെ ഏറ്റെടുക്കുന്നത്. ഇനിയിപ്പം നമുക്ക് 2001 ചെയ്ത കാര്യങ്ങൾ അതേപോലെ പറഞ്ഞാൽ മാത്രം പോരാ. എൻ്റെ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ നമുക്കിത് അവതരിപ്പിക്കുകയും അതിനെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യും. അതിന് സപ്പോർട്ടീവായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കണം. അതിൽ അഡ്വക്കസി വർക്കും ഈ ഭരണപരമായ നയരൂപീകരണത്തിലുള്ള ഇടപെടൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതേസമയം CK ജാനുവിനടക്കം സീറ്റ് നൽകാൻ കഴിയുന്ന ഒരു വ്യാപ്തിയിലേക്ക് എത്തിയിട്ടുമില്ല അല്ലേ UDF ഇപ്പോഴും? അതിലുള്ള പ്രശ്നം അതങ്ങനെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഈ രാഷ്ട്രീയ മുന്നണികളുടെ ഘടനാപരമായിട്ടുള്ള സംഭവം തന്നെ പരിവർത്തനപ്പെട്ടിട്ടില്ല. ദേശീയ തലത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലുള്ള ലീഡറെല്ലാം തന്നെ അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിലും കേരളത്തിലെ UDF മുന്നണിയും തന്നെ അതിന് പക്വമായുള്ള സംഭവം ഇല്ല. അതിലൊരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇത്തരം മൂവ്മെൻറ്റുകൾ വളരെ ലൈവായി സിസ്റ്റത്തിന് പുറത്ത് അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി സോഷ്യോ എക്കണോമിക് ആവശ്യങ്ങൾ വെച്ച് എൻഗേജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം ജാനുവിനൊക്കെ ഒരു റിലവൻറ്റ് ബീയിങ്ങായി മാറുന്നത് പുറത്ത് മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ്. മൂവ്മെൻ്റ് എല്ലാം നിർത്തിയിട്ട് എന്നിട്ട് എനിക്ക് സീറ്റ് തരണം എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തോളന്നില്ല. അത് ആൾബലത്തിൻ്റെ പ്രശ്നമുണ്ട്. അവരുടെ പിന്നിൽ ജനവും വേണം. ഒരു ജനപിന്തുണയോട് പ്രശ്നം ആവശ്യപ്പെടുകയും ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ പൊളിറ്റിക്സ് ഓഫ് എംപവർമെൻ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു കുറവ് ഇവർക്കെല്ലാം ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഡയലോഗിൻ്റെ ശക്തി കുറയുന്നത്. സണ്ണി കവിക്കാരനെ പോലുള്ളവർക്ക് ഉൾപ്പെടെ സാമൂഹികമായിട്ടുള്ള കുറേ കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. എത്രത്തോളം ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ എംപവർമെൻറ്റ് ഇവരെന്ത് ബദൽ പറയുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈഴവ, നായർ, ക്രിസ്ത്യൻ, മുസ്ലിം അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു സഖ്യമുണ്ടല്ലോ ഭരണത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ. അതിനകത്തൊക്കെ എൻട്രി നേടുക അത്ര എളുപ്പമല്ല. നമ്മൾ അങ്ങനെ എക്യുപ്ഡ് ആവാത്തെടുത്തോളം അതൊരു വലിയ വിഷയമാണത്. മാഷ് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശക്തമായി ഉന്നയിക്കാൻ കഴിയുന്ന, മാഷ് പറഞ്ഞുള്ളൊരു അഡ്വക്കസി നടത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സംഭാഷണം ഉറപ്പായിട്ടതുണ്ടാകും. താങ്ക് യു.